ചൈൽഡിന്റെ എനിക്ക് നേരം വയ്യോ. എന്നാ സാരില്ല, ഒന്നും വരില്ല, പനിയൊന്നുമില്ല. ചൈൽഡിലുണ്ടോ? ചൈൽഡിലുണ്ട്. കേക്കില്ല അല്ലേ? മ്യൂട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ശരി. റെഡിയാണോ ആൻറ്റി? സുധാന്റി, ആന്റി കേൾക്കാമോ? സുധാന്റി, ഓക്കെ. എനിക്കൊന്ന് നമ്മളിപ്പോ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. സുധാന്റി അൺമ്യൂട്ട് ചെയ്തിട്ട് വീഡിയോ ഓൺ ചെയ്യാമോ സുധാന്റി? പിന്നെ സ്റ്റക്കായി. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്കിപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്റർനാഷണൽ വുമൻസ് ഡേ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോസ്റ്റഡ് ബൈ ദ ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് മദർഹുഡിനെ കുറിച്ചിട്ടാണ്. അതിനെക്കുറിച്ച് വളരെ ആധികാരികമായും ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ സുധ ടീച്ചറും ലക്ഷ്മി മാമും വന്നിട്ടുണ്ട്, ഡോക്ടർ ലക്ഷ്മി മാം. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അജയ, ഹോമിയോപ്പതി ഡോക്ടറാണ്, ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രെയിനറാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ എത്തിയിരിക്കുന്നത് സുധ ടീച്ചർ. സുധ ടീച്ചർ എന്ന് പറയുമ്പോൾ ടീച്ചിങ് മേഖലയിൽ നിരവധി വർഷത്തെ പരിചയമുള്ള ഒരു വ്യക്തിത്വമാണ്. 30 വർഷത്തോളം റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇന്ത്യയിൽ മാത്രമല്ല വിദേശത്തും, ന്യൂയോർക്ക് പോലെ വിദേശത്തും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. കുട്ടികൾ പല മേഖലയിലുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ് സുധ ടീച്ചർ. ഒരു അമ്മയാണ്, ഒരു ടീച്ചറാണ്. അപ്പൊ അതേ ടീച്ചർക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യാനുണ്ടാവും. അതുപോലെ തന്നെ വുമൻസ് പ്രോഗ്രാം, സ്റ്റുഡൻസ് വെൽഫെയർ പ്രോഗ്രാം പോലെ നിരവധി പരിപാടികൾ, അംഗൻവാടി, അതുപോലെ തന്നെ ആശ വർക്കേഴ്സ്, ഇവരെയൊക്കെ അസോസിയേറ്റ് ചെയ്തിട്ട് ടീച്ചർ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുധ ടീച്ചർ, വളരെ സന്തോഷം. വെൽക്കം ടു ദിസ് പ്രോഗ്രാം. അടുത്തതായി നമുക്ക് നമ്മുടെ ഡോക്ടർ ലക്ഷ്മി മാം ആണ്. ലക്ഷ്മി മാം MBBS ചെയ്തത് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ നിന്നാണ്. അതുപോലെ തന്നെ പീഡിയാട്രിക്സിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിൽ നിന്നും. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് ബേസ്ഡ് ഓൺ ന്യൂറോളജി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തിൽ നിന്നും ചെയ്തു. ഇത് കൂടാതെ തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഇൻ മെഡിക്കൽ ജെനറ്റിക്സ് നിസാംസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈദരാബാദിൽ നിന്നും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കൺസൾട്ടന്റ് ജെനറ്റിസ്റ്റ് ആയിട്ട് നിംസ് മെഡിസിറ്റി നെയ്യാറ്റിൻകരയിൽ വർക്ക് ചെയ്യുന്നു. സോ വെൽക്കം ഡോക്ടർ ലക്ഷ്മി മാം ടു ദിസ് പ്രോഗ്രാം. അപ്പോൾ രണ്ടുപേരും ഇന്ന് നമ്മുടെ വുമൻസ് ഡേ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതും അതുപോലെ തന്നെ അവരുടെ ലൈഫ് എക്സ്പീരിയൻസും ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഒപ്പം ചേർന്നിരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു
ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സഹോദരിമാർക്കും അമ്മമാർക്കും അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഒരു ഡെഡിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ പ്ലേ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ വിൽ മൂവ് ഓൺ വിത്ത് ദിസ് വീഡിയോ റൈറ്റ്. Your story is a story reflected in the eyes of millions of women, the ones who wake up fearless and proud to stand up for what is right, the ones who stand up holding the weight of responsibility, trying to make the world more inclusive. It is the story of women who balance their personal life with work, the ones who express their heart in their values. Every little step that you take is the progress of an entire society. You are the expression of your own rights. You are hope. You are effort and perseverance. You are inspiration. You are the pioneer. You are compassion. You are victory, courage, and emotion. You are kindness and unconditional love. You are a role model. You are endless energy. You are motherhood. You are the past and the future, saluting the spirit of womanhood and the women behind it. Okay. So എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്പീക്കേഴ്സ് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. അതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും മനസ്സിൽ വരാവുന്ന ഒരു ചോദ്യം തന്നെയാണ് ആദ്യമായി സുധ ടീച്ചറിനോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സുധ ടീച്ചർ ഒരു അമ്മയാണ്, അമ്മൂമ്മയാണ്, അതുപോലെ തന്നെ ഒരുപാട് വർഷം ടീച്ചിങ് എക്സ്പീരിയൻസ്, അതുപോലെ വാല്യൂ എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, സ്റ്റോറി ടെല്ലിംഗ്, അതുപോലെ പല ടീച്ചിങ് എക്സ്പീരിയൻസസ് ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെ. അപ്പൊ ടീച്ചർ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ചാലഞ്ചസിനെ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ടീച്ചർക്ക് പറയാമോ? തീർച്ചയായിട്ടും വളരെ ആസ് എ മദർ ഒരുപാട് ലൈഫ് ആൻഡ് ഡെത്ത് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ ഡീറ്റെയിൽസിൽ ഇപ്പൊ പോകാൻ സമയമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നാല് മക്കളാണ് ഉള്ളത്. 4 മക്കളുടെ കേസിൽ ഇത് ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം what sort of kept me going was faith. Faith above all. That's what I felt. Faith in something which will help you and made me feel that something above whatever you can call it, by any word, use it, any wonderful word you like to for it. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു that this power, whatever this friend, എനിക്ക് എപ്പോഴും ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഒരു ഫ്രണ്ട് ആയിട്ടാണ് തോന്നിയിട്ടുള്ളൂ. പക്ഷേ I found in situations fear. I faced fear, but to face fear, this thought that this friend of mine who is here somewhere, not as a person, as an individual with a sort of human body, but a sort of a friend with a feeling. I used to feel the presence. Because I've had to spend alone as a child for a long time, boarding school, this, that, and the other. അപ്പൊ അതാണ് എന്നെ സസ്റ്റെയിൻ ചെയ്ത്, എന്നെ സപ്പോർട്ട് ചെയ്തതും എന്നെ kept me going എന്ന് പറയാം, ഫെയ്ത്ത് എന്നുള്ള. അപ്പൊ ഞാൻ ഫിയർ എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ ഫെയ്ത്ത് എന്ന് വിചാരിക്കും. അതുപോലെ തന്നെ ടു ഗെറ്റ് ഓൺ ത്രൂ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്, ഈഗോ ഇസ് അനദർ തിങ്. ഈഗോ ഓൾവേസ് സ്റ്റാൻഡ്സ് ഇൻ ദ വേ എന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കും. ഈഗോ വരുമ്പോൾ നമ്മളെ അവിടെ ശരിക്കും സ്ഥലത്ത് നിർത്തും. അവിടെ കുറച്ച് ഈഗോ നമുക്ക് ആവശ്യമാണ്. എന്നാലും ഞാൻ ഈ ഈഗോ കഴിയുന്നതും, അത് പണ്ടേ ഈഗോ അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിലും, പക്ഷെ ഈഗോനെ നമ്മളൊന്ന് അണ്ടർ കൺട്രോൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് തന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമ്പോൾ വിൽ ബി ഏബിൾ ടു ഫേസ്. ഐ ഹാവ് ബീൻ ഏബിൾ ടു ഫേസ്. മൂന്നാമത്തെ ആക്സെപ്റ്റൻസ്. You may have some abilities, but you're not everything. You're not all that in the land. My mother had also a role in it. She always made us feel, made us think, and made us, before we acted or judged, she never allowed us to judge anyone. She said, put yourself in their shoes. It has affected all the 4. We are also 4 kids. ഞങ്ങളെ അത് എപ്പോഴും ഞങ്ങൾ വിചാരിക്കും, അയ്യോ അവരിത്ര മോശമായിട്ട് പെരുമാറിയത് അതുകൊണ്ടായിരിക്കാം അല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ ഈ സിറ്റുവേഷൻസ് when the doctors got angry when I kept on asking them questions when the children were in there almost sort of അത്രയ്ക്ക് സീരിയസ് സിറ്റുവേഷനിലൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, let me think he must have had a hard day എന്നങ്ങനെ ഒരു സോർട്ട് ഓഫ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
And pinne fear in the F for faith, E for ego, A for acceptance. This is all that I have done my best, and whatever comes, let me do my best with full faith in my friend. And I'm sure I'll find my way in the feeling. The acceptance has helped me. Then remembrance, this constant remembrance of someone within me guiding me, or someone within me വരാൻ കുറച്ച് സമയം എടുത്തു. ആദ്യം കുട്ടിക്കാലത്ത് കൃഷ്ണന്റെ ഗുരുവായൂരാണ് ഞങ്ങളുടെ തറവാടൊക്കെ. ഇപ്പൊ കൃഷ്ണന്റെ പടം ഞാൻ ബോർഡിംഗ് സ്കൂളിൽ പോയപ്പോൾ അടയാർ ബെസന്റ് ജോസഫ് സ്കൂളിലാണ് പഠിച്ചത് ആദ്യമൊക്കെ, തമിഴ് മീഡിയത്തിലൊക്കെ. പല സ്കൂളുകളിൽ ഇങ്ങനെ പഠിച്ചു. ട്രാൻസ്ഫോർബിൾ ജോബ് ആയിരുന്നു അച്ഛന്റെ. അതുകൊണ്ട് അപ്പോ ആ സമയത്ത് ഒരു ഉണ്ണികൃഷ്ണൻ വിത്ത് എ ബേർഡ്, വിത്ത് എ തത്തയുടെ ഉണ്ട്, വിച്ച് മെയ്ഡ് മീ ലവ് ബേർഡ്സ് ആൻഡ് വിച്ച് ഐ പെർസ്യൂഡ് ആൻഡ് ഓൾസോ ആനിമൽസ്. കൊച്ചുകുട്ടിയായിരുന്നു. അപ്പൊ 10 വയസ്സ് തന്നെ ആയിട്ടില്ല ബോർഡിങ്ങിൽ. അങ്ങനെ ദൂരെ പോയപ്പോ തമിഴ് മീഡിയം പഠിക്കാത്തൊരു ലാംഗ്വേജ് ആയിരുന്നു. പഠിച്ചിട്ട് ചേർന്നു, കലാക്ഷേത്രയുടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള. അപ്പൊ അവിടെയുള്ള പല സിറ്റുവേഷൻസിലും എല്ലാം this feeling that he's behind, there's someone there to help me, there's someone there. When I got stuck in Vijayawada station at 3 o'clock at night, Krishna cement works la work there in Krishna river floods vannappo avarke enne pick up cheyan varan pattande, and I got down at the platform because the gentleman who was traveling further down, he dropped me there. I sat on this steel trunk because I'm 83 years old, so you can imagine in those days we all had these army type of steel trunks to go to take to school. Aduma keri irunna patiently wait cheyidu, my parents will come nilladil. Then I remembered my father had said I should go to the appo avade kannadichirunnu ende friend ne help cheyidu. Appo pettannu inquiries undavum avade poi checkam. Inquiries peppa avare engane contact cheyidittu I was put in another train and I got at a local small station where my father came and picked me up. Appo angante situation il polum as a child, my parents helped me, and I tried to help my kids whenever they got stuck. My son studied in Ajmer because I wanted a North Indian education for them, so that they were in South India, living in South India. Avade pettanna strike vannitte they got stuck. 8-year-old and 10-year-old. Can you imagine? Ammede manasil. And I hoped and I had faith, and a journalist, a Malayali journalist, came across them and he looked after them till they reached Cochin. Throughout it has happened. Faith is what is. And then later I felt that it had become, I had a separate, I've been married twice, so I came to 30 years in urban areas and 30 years in rural areas. Rural area remote ആയിരുന്നു അത്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വന്നിങ്ങനെ അപ്പോൾ സമയത്താണ് മലയാളപ്പുഴ ദേവി വാസ് എ ഫൈറ്റർ എന്നൊക്കെ വായിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വലിയ വിശ്വാസം. അവിടെ പോകുമ്പോ എനിക്ക് ഭദ്രകാളിയുടെ മുഖം കാണുമ്പോ തന്നെ ഹേയ് ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന പോലെയാ തോന്നാറ്. അങ്ങനെ ഇരിക്കുമ്പോ എല്ലാം എന്റെ മോൾക്ക് ഷി വാസ് വൺ ഓഫ് ദ second person to be diagnosed with leptospirosis, our youngest daughter. Appa she was just really very serious. Avaru paranju can't say she may live, she may not. ആ സമയത്ത് പോലും എനിക്ക് ഭയങ്കര അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും അവളുടെ നാളിന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ നമ്മള് പൂജ ചെയ്യില്ല, അങ്ങനെ പൂജ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ മറന്നു പോകുന്ന ആള്. Then I thought this is ridiculous. Here I am who believes in someone who is always helping me, and I forget all these rituals. Apparana I came across my youngest daughter's future father-in-law who was practicing meditation. Then he told me, why don't you do this meditation? After that, I've never looked back. Whatever, oh God, I just feel comforted. I just feel I'm looked after. I just feel I can accept anything. No fear of death even. So I'm in a very blissful condition, I should say. I'm not showing off, please don't think that. But I'm happy. Look at you, how lucky I am that I can meet you young people through this sort of, yes. That's how I am. Okay, thank you, ma'am. കാരണം മാം നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള യൂത്തിന് മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിനും വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത് അല്ലെ. ആദ്യമായി വിശ്വാസം, ഫെയ്ത്ത് ഇൻ സം ഹയർ പവർ. ഏത് പവർ എന്നല്ലേ, നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരൻ, ആ ഒരു ശക്തിയിലുള്ള ഒരു വിശ്വാസം, അടിയുറച്ച വിശ്വാസം. അതുപോലെ തന്നെ അക്സെപ്റ്റൻസ്, പിന്നെ തിങ്കിങ് ഇൻ അതർ പേഴ്സൺ ഷൂസ്, എംപതി.
ഇത്രയും ക്വാളിറ്റീസ് എങ്ങനെ ഒരു വ്യക്തിയിൽ മോൾഡ് ചെയ്തു, ജീവിതത്തിലെ സാഹചര്യങ്ങളെ അതുപോലെ തന്നെ പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് സഹായിച്ചു എന്നുള്ളതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സുധാ മാമിന്റെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ച് പറഞ്ഞു. അപ്പം സുധാ മാം ഒരു അമ്മ എന്നുള്ള രീതിയിലുപരി ഒരു മകളായിട്ടും ഒരു അമ്മയായിട്ടും ഉള്ള ഒരു രീതിയിലുള്ള എക്സ്പീരിയൻസ്, കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുണ്ടായി. അപ്പോ ലക്ഷ്മി മാം, ഡോക്ടർ ലക്ഷ്മി മാം ആണ്. അപ്പൊ മാം വർക്കിംഗ് ആണ് അല്ലെ? മാമും ഒരു അമ്മ തന്നെയാണ്. അപ്പൊ മാമിനും ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും അല്ലെ? വർക്ക് ലൈഫിലാണെങ്കിലും ഫാമിലി ലൈഫിലാണെങ്കിലും. ഇതെങ്ങനെയാണ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് മാം എന്താണ് അതിനു വേണ്ടി ചെയ്യുന്നത്? അത് എങ്ങനെ ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് മാമിന് സാധിക്കും എന്ന് ഷെയർ ചെയ്യാമോ? സുധാ മാം പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇത് സ്ട്രോങ് ഫെയ്ത്ത് ഇൻ ദ പവർ എബോ, ഇൻ ദ അൾട്ടിമേറ്റ് പവർ, അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ അത് ഉള്ളപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കൂടെ അക്സെപ്റ്റൻസും വരും. അതായത് ഇങ്ങനെ ഒരു ശക്തി നമ്മളെ നോക്കുന്നുണ്ട്. സോ വാട്ട് എവർ ഹാപ്പൻസ്, ദാറ്റ് ശക്തി, ദാറ്റ് പവർ വിൽ ടേക്ക് കെയർ ഓഫ് മീ, അതേ ഉള്ളൂ. പിന്നെ അതിലപ്പുറം നമ്മൾക്ക് വേദന എത്ര ഉണ്ടായാലും എത്ര കൂടിയാലും ആ ഒരു ഫെയ്ത്ത് നമ്മൾക്ക് കൂടുന്നു എന്നുള്ളതല്ലാണ്ട് കുറയുന്നില്ല. അപ്പം ഈ പെയിൻ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു പെയിൻഫുൾ കാലഘട്ടം, അതായത് 1 or 2 days ആയിരിക്കില്ല. നമുക്കൊരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇറ്റ് കൻ ലാസ്റ്റ് ഫോർ വീക്സ് ഓർ മന്ത്സ് ഓർ ഈവൻ ഇയേഴ്സ്. അപ്പം എനിക്കൊക്കെ ഇയേഴ്സ് പെയിനിന്റെ അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും ഒക്കെ ദ ഫെയ്ത്ത് ഈസ് വാട്ട് പുൾഡ് മീ ഫോർവേഡ് എന്നുള്ളതാണ്. പിന്നെ ഈ പ്രൊഫഷണൽ ലൈഫിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് പെർസിസ്റ്റന്റ് എഫേർട്ട് ആസ് എ ഡോക്ടർ, പെർസിസ്റ്റന്റ് എഫേർട്ടാണ് നമ്മൾക്ക്. എൻ്റെത് മാത്രമല്ല, എല്ലാ ഡോക്ടേഴ്സിനെയും ചേർത്ത് ഞാൻ പറയുകയാണെങ്കിൽ, ദോസ് ഹു ഡിസൈഡ് ടു ടേക്ക് എഫേർട്ട് ഫോർ ഇയേഴ്സ് ടുഗദർ, അവരാണ് ഡോക്ടേഴ്സ് ആവുന്നത്. കാരണം MBBS തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് ആ എൻട്രൻസും ആ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്കൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ് മുതലേ വരും. അപ്പം തന്നെ നമ്മളത് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു തുടങ്ങും. പിന്നെ എൻട്രൻസ് എഴുതുന്നു, അത് കഴിയുമ്പോൾ മെഡിസിൻ കിട്ടുന്നു. മെഡിസിൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു 5 വർഷം പഠനം, പിന്നെ ഹൗസ് സർജൻസി. അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ എവിടേക്കോ എത്തിയെന്ന്. അച്ഛാ ആ ഒരു കുഞ്ഞു മനസ്സിൽ തോന്നുന്നതാണ്. പിന്നെയാണ് മനസ്സിലാവുന്നത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണം. അപ്പം അടുത്ത സ്ട്രൈവിങ്, അടുത്ത എഫേർട്ട്, അടുത്ത സ്ട്രഗിൾ, അതൊരു എന്താ പറയുക, ഒരു ഹിമാലയൻ സ്ട്രഗിൾ ആണ് ഓരോ ഡോക്ടറും ലൈഫിൽ അനുഭവിക്കുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി എൻട്രൻസ്, അത് കഴിയുമ്പോൾ സ്പെഷ്യാലിറ്റി പഠിക്കുന്നു. അപ്പോഴും ലൈഫ് ഈസ് നെവർ ഗുഡ്. അപ്പോഴത്തേക്കും വി വിൽ ഗെറ്റ് മാരീഡ്, വി ബി ഹാവിങ് ചിൽഡ്രൻ. അപ്പം നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള കെയർ കുറയുന്നതും ഒക്കെ നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ വി ജസ്റ്റ് കണ്ടിന്യൂ ടു ഡു വാട്ട് വി ആർ ഡൂയിങ്. അപ്പം ആ എഫേർട്ട് കണ്ടിന്യൂ ചെയ്യുക മാത്രമേ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നോട്ടൊരു പോക്ക് പറ്റൂല. അതായത് പഠിച്ച് ഇപ്പം ഈ ജോലിയിൽ പ്രവേശിച്ചു, അല്ലെങ്കിൽ ഒരു പീഡിയാട്രിക്സ് പഠിക്കാൻ തുടങ്ങി, ഒരു പീഡിയാട്രിഷ്യനായി, നമുക്കിനി തിരിച്ച് ഇത് വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂല. അപ്പൊ ഇനി മുന്നോട്ട് പോയേ പറ്റൂ. അപ്പം അവിടെയാണ് എഫേർട്ട്. അത് കഴിയുമ്പോൾ അടുത്ത സൂപ്പർ സ്പെഷ്യലൈസേഷൻ. കാരണം ഇപ്പോഴും നമ്മൾക്കറിയാം, ഒരു സ്പെഷ്യാലിറ്റി കൊണ്ട് നമ്മൾക്ക് ജനങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾക്ക് പഠിച്ച് അവർക്ക് ചെയ്തു കൊടുക്കാം, ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ അറിവ് കൂടുതൽ റിഫൈൻഡ് ആവും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും എഫേർട്ട് എടുക്കണം. എഫേർട്ട് എടുത്ത് അടുത്ത എൻട്രൻസ് എഴുതി അടുത്ത സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ട്രൈ ചെയ്യുന്നു. സൂപ്പർ സ്പെഷ്യാലിറ്റി കിട്ടുമ്പോൾ അത് പഠനം. അതിലും നമ്മുടെ ലൈഫ് വളരെ ടീഡിയസ് ആയിരിക്കും. നമ്മുടെ എഫേർട്ട്, ഓൺലി അവർ എഫേർട്ട് ഈസ് വാട്ട് പുൾസ് us ഫോർവേഡ്. ഓക്കെ, അതാണ്. അപ്പോ നമ്മുടെ ഡോക്ടർ ലക്ഷ്മി മാമും ഫെയ്ത്തും പെർസിസ്റ്റന്റ് എഫേർട്ടിനെ കുറിച്ച് പറഞ്ഞല്ലേ. തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ ആയി തീരണമെങ്കിൽ മാത്രമല്ല, ആ ഒരു ബാലൻസ്, ഫാമിലി ലൈഫും വർക്ക് ലൈഫിന്റെ ബാലൻസിന് വേണമെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻപുട്ട് വേണം. നമ്മൾ എന്തെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് റിലാക്സ് എന്ന് പറയുന്നതിലുപരി നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു പെർസിസ്റ്റൻസ് എന്നൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഡോക്ടർ ലക്ഷ്മി മാം നമുക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുധാ മാമിന് എന്താണ് അതിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഒരു പെർസിസ്റ്റൻസിനെ കുറിച്ചിട്ട് അല്ലെ, ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഒരു പെർസിസ്റ്റൻസ് വേണമെന്ന് വേണം. പെർസിസ്റ്റൻസ് ശരിക്കും, ബിക്കോസ് I was finishing my MSc zoology, going to finish my final year. I was fascinated by genetics. JBS Haldane was supposed to teach us in Banaras Hindu University. Aprana, my grandfather contracted cancer and said, I want to see my granddaughter's marriage fixed.
So I was married off and I had to stop studies. And I had started having my kids, 3 of them in succession. അങ്ങനെ വന്നപ്പോൾ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് കുട്ടികൾ സെൻട്രൽ സ്കൂളിൽ പഠിക്കുമ്പോൾ I did my MA sociology. And they said, അമ്മ മോശമായിട്ട് ഹോമിയല്ലേ, ഞങ്ങൾക്ക് നാണക്കേടാ. So I studied along with them. അപ്പൊ അങ്ങനെ പിന്നെ I had to persist because we had a life where we had parties and things, you know. And so രാത്രി പഠിക്കാനായിട്ടുള്ള സമയം കുറവായിരുന്നു. അപ്പൊ കിട്ടുന്ന സമയത്തൊക്കെ പഠിക്കേണ്ടി വരായിരുന്നു. അപ്പൊ അങ്ങനെ പഠിച്ചിട്ട് I mean വലിയതൊന്നും ഇല്ലെങ്കിലും ഒരുവിധം മാർക്കൊക്കെ മേടിച്ചു. പക്ഷെ I wanted to do MSW. They said I was over age. I wanted to do B.Ed. They said I was over age. I was only 26 then. അവർ പറഞ്ഞു അങ്ങനെ. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ വാശിക്ക് MA സോഷ്യോളജി ചെയ്തു അങ്ങനെ. അപ്പൊ അതുകൊണ്ട് പെർസിസ്റ്റൻസ് വേണം. അത് കഴിഞ്ഞിട്ട് ലേറ്റ് MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്യാൻ നോക്കി. എല്ലാ പ്രാവശ്യവും when the fourth child was born, അവിടെ എക്സാം സമയത്ത് ആ സമയത്താണ് 4th child. അപ്പൊ അതുകൊണ്ട് പരീക്ഷയ്ക്ക് പോകാനൊന്നും പറ്റിയില്ല. അപ്പൊ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു, കംപ്ലീറ്റ് ചെയ്തില്ല. MA എന്താ ഇത് MS ഇതിനു വേണ്ടി പഠിച്ചു. MSc സുവോളജി ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അത് ഫൈനൽ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ I don't regret because I read more because I thought I haven't done this, so I must know more. അപ്പൊ I persisted on B.Ed ചെയ്യാത്തതുകൊണ്ട് B.Ed-നെ കുറിച്ചിട്ടുള്ള എന്ന് മാത്രമല്ല എവിടെയൊക്കെ പോയിട്ട് എല്ലാവരോടും സത്യം പറയും B.Ed ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന്. പക്ഷെ when they interview me, they find that I can do the work, so they would give me a contract. So I never had any setback, only because I persisted on gaining knowledge and then leaving it to faith കൊണ്ട് I've been very grateful. I have to be very grateful because I came across wonderful people. I got a chance to sort of learn more and also make a difference in kids' lives. എനിക്ക് വളരെ faith ഉണ്ട്. Faith തന്നെയാണ്. Faith and persistence. I go along with Lakshmi when she says persistence. You have got to pursue your goal. Only then you will achieve it, or go somewhere, get somewhere near it at least. Yes, exactly, ma'am. Right. It's exactly, especially women, സ്ത്രീകൾക്ക് കൂടുതലും പെർസിസ്റ്റൻസ് ആവശ്യം വരും. കാരണം അവർക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ട് ഉണ്ടാവും. അതായത് ഫാമിലിയിൽ കുട്ടികൾ വയ്യാണ്ടാവുക, അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുക, അല്ലെങ്കിൽ മറ്റ് ഡിസ്റ്റന്റ് ഫാമിലി മെമ്പേഴ്സിന് പ്രയാസം ഉണ്ടാവുക. അപ്പം നമ്മൾക്ക് അപ്പോഴെല്ലാം ഈ സ്റ്റഡി മാഡം പറഞ്ഞതുപോലെ സ്റ്റഡി ബ്രേക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഇറ്റ് സ്റ്റിൽ അവർ ആറ്റിറ്റ്യൂഡ് ഓഫ് പെർസിസ്റ്റൻസ് ദാറ്റ് പുൾസ് us forward. Very true. True, ma'am. Absolutely. ശരിക്കും നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു യൂത്തിന് വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും. കാരണം എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഗേൾസിന് ആസ്പെക്റ്റിൽ പറയുകയാണെങ്കിൽ തന്നെ ഈ എഡ്യൂക്കേഷൻ കട്ടായി പോവാ എന്ന് പറയുമ്പോൾ എന്തോ ലൈഫിലൊരു പാർട്ട് നിന്ന് പോയ പോലത്തെ ഒരു ഫീലിംഗ് പലപ്പോഴും പലർക്കും തോന്നുന്നുണ്ട്. അപ്പോൾ മാമും അതുപോലെ ലക്ഷ്മി മാമും പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും ഏജും ഒന്നും നമുക്കൊരു ലിമിറ്റേഷൻ അല്ല. നമുക്ക് ആ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും ഏതൊരു സാഹചര്യത്തിൽ നമ്മളെ കൊണ്ട് പഠിച്ചെടുക്കാനും അതിൽ കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് എക്സ്പീരിയൻസ്. നിങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പൊ പെർസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, ഫെയ്ത്തിനെ കുറിച്ച് പറഞ്ഞു, അക്സെപ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇതിനൊക്കെ ഈ ഒരു ക്വാളിറ്റീസ് എന്ന് പറയുന്നത് ഒരു ശരിക്കും നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു റിയൽ സ്ട്രെങ്ത് ആണ്. ഒരു ആസ് എ വുമൻ മാത്രമല്ല, എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും വേണ്ട ഒരു കാര്യമാണ് അല്ലെ, ഹാർട്ട് എന്നുള്ളൊരു കറേജ്. എപ്പോഴൊക്കെയാണ് ആ കറേജ് യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നത്? രണ്ടുപേരും ഒരുപാട് ലൈഫ് സിറ്റുവേഷൻസ് പറഞ്ഞു അത് യൂസ് ചെയ്യേണ്ടി വന്നതായിട്ട്. ആ ഒരു റിയൽ കറേജിയസ് ആയിട്ട് ചെയ്ത ആക്ടിനെ കുറിച്ച് എന്തെങ്കിലും ഷെയർ ചെയ്യാമോ? ബി മോട്ടിവേറ്റിംഗ് ടു മോസ്റ്റ് ഓഫ് us who is listening to this program. Sudhama. Courage in the sense that not like saving somebody, drowning person somebody. Yeah. Courage like is in fighting a cause. I've had faith has helped me a lot. Like one of the I used to teach in the very very poverty stricken areas. അവിടുത്തെ കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യാറ്. പള്ളുകുത്തി കുറച്ചും കൂടി അവിടെ മീൻപിടുത്തക്കാരുടെ ഇടയിൽ ആണ് വർക്ക് ചെയ്യാറ്. അപ്പൊ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഒരു നല്ല മിടുക്കുള്ള കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, my husband is going to get married with a dowry. Can you do anything about it? What will my daughter and I do? I can at least go and work in families, but what will my daughter, who is so young, I want to give her a good education. Okay, കൊച്ചൊരു ഒലപ്പരയില്ല താമസിക്കുന്നേ, അയാൾക്ക് ജോലി പോ ട്രസ്റ്റിലാന്നേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഉടനെ I contacted my
a very good friend. She just died recently. Usha Sukumaran എന്ന് പറഞ്ഞിട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ലേഡി. അറിയോ, പേപ്പറിലൊക്കെ വന്നിരുന്നു ഉഷാ സുകുമാരൻ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡി. അവര് വിമൻസ് ഫെഡറേഷൻ ഓഫ് ലോയേഴ്സിലൊക്കെ ആയിരുന്നു. ഏതിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. I just contacted her because I was and she said, let me see what I can do. And so she informed the girl's family, the girl who was dowry മേടിച്ച് കല്യാണം കഴിക്കുമ്പോൾ അവരോട് പറഞ്ഞു, ഇവരുടെ ആക്ച്വലി രജിസ്റ്റർ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കല്യാണം. പക്ഷെ അമ്പലത്തിൽ മാലയൊക്കെ ഇട്ടിട്ട് ഫാമിലിയൊക്കെ കൂടിയിട്ടാണ് ആ പാവം പെൺകുട്ടിയുടെ അമ്മ കഷ്ടപ്പെട്ട് കൊടുത്ത എന്താ കൊടുത്തൊക്കെ സ്വീകരിച്ചിട്ടായിരുന്നു. So that wedding marriage was stopped. അപ്പൊ അങ്ങനെ she was ever so grateful in the sense that she then studied and she got a job and all that. അങ്ങനെ കുട്ടിയെ വളർത്തി. അങ്ങനെയൊക്കെ ചില little things which I mean which I feel my role was just ringing up this friend of mine, but the rest she did. So I think if you set out to help someone, if you can call it an act of courage, I don't know, but still, I mean, you will be able to do it. You don't really have to physically pull someone out. You can also help in so many other ways. That is, you're afraid to tread on somebody's ground. അവരെന്താ വിചാരിക്കുക, ഇവരെന്താ വിചാരിക്കുക, അവരെന്താ പറയാ എന്നുള്ളത് വരും. അതൊക്കെ മറക്കും നമ്മളെ പെട്ടെന്ന് രക്ഷപ്പെടുത്തുന്നത്. ഇങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയാനായിട്ട് അങ്ങനെയുള്ള ഇതല്ലല്ലോ. അപ്പൊ അങ്ങനെ ലൈക്ക് എ ഗേൾ ഞാൻ ഇങ്ങനെ ഈ ബെഗേഴ്സ് ഹോമിൽ പോകാറുണ്ട്. അവിടെ കുക്കിംഗ് ചെയ്യുന്ന സ്ത്രീ വളരെ കൈൻഡായിട്ട് എനിക്ക് തോന്നി ടു ഓൾ ദ ബെഗേഴ്സ് ദേ. അപ്പൊ പലതരം കുറെ പെർവേർട്സ് ഉണ്ടായിരുന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഞാനുമായിട്ട് അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും ഗ്രാമർ ക്ലാസ് ഒക്കെ എടുത്തിരുന്നു. ആ സമയത്താണ് അവര് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മോളുണ്ട്, ആ മോളുടെ പല്ല് ഇങ്ങനെ പൊഴിഞ്ഞു പോവാന്ന്. അപ്പൊ നല്ല ഭംഗിയുള്ള മിടുക്കി കുട്ടി. ആ കുട്ടിയുടെ എല്ലാ പല്ലും at the age of 16 she had lost all her teeth. അവിടെയും എനിക്ക് ഡോക്ടർ തമ്പി എന്ന് പറഞ്ഞിട്ട് എന്റെ മക്കളെ കൊണ്ടുവരുന്ന ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ പറഞ്ഞു, ഓ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂ കൊണ്ട് വരുന്നതാണ്, കുറച്ച് ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതാണ്, I'll fix എന്ന് പറഞ്ഞിട്ട് he gave her a lovely beautiful dentures. She went and studied and she degree എടുത്തു, she got a job and she got married and she was so happy. അങ്ങനെയില്ലേ, അങ്ങനെ little things have made difference in little. It's not talking about students at the moment, പക്ഷെ ഇങ്ങനെ സ്ത്രീകളുടെ ഇടയിലും I have been able to do. അങ്ങനെയൊക്കെ ഇതൊറ്റ ഒരു എന്താ പറയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Little acts of courage, Little acts that actually eventually changed a person's life. That is awesome. All teachers are able to do that. I'm sure every teacher can do it. Everyone, all of us can do it, make a difference in someone's life. അതിനുള്ളൊരു ഒരു ആ കറേജ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, because of this faith and definitely. Okay. ഡോക്ടർ ലക്ഷ്മി മാമിന് അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ടുണ്ടോ? ഈ പറഞ്ഞ മാതിരി നമുക്കൊരു കറേജിയസ് ആയിട്ട് ആക്ട്, ഇപ്പൊ ഡോക്ടറാണ് അല്ലെ, ഇപ്പൊ ഒരുപാട് ലൈഫ്സ് സേവ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും, ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്റെ ലൈഫിൽ നടന്നത് തന്നെ പറയുന്നതായിരിക്കും ഒരു ഉത്തമമായ എക്സാമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ പീഡിയാട്രിക് ന്യൂറോളജി ഫെലോഷിപ്പ് കഴിഞ്ഞിട്ട് കൺസീവ് ചെയ്തപ്പോൾ തന്നെ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിട്ട് ഫുൾ ബെഡ് റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരുമ്പോൾ നമ്മൾ ആശുപത്രി പോകണം. ഒരിക്കൽ ആശുപത്രി ചെന്നത് 6th മന്ത്ലി ബ്ലീഡിങ് ഉണ്ടായി. ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് അവിടെ നിന്ന് H1N1 കിട്ടി. അപ്പം H1N1 ആണെന്ന് ആദ്യം മനസ്സിലായില്ല, കാരണം ഇൻഫെക്ഷൻ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ആന്റിവൈറൽ ഡ്രഗ്സ് തന്നെങ്കിലും അതിന്റെ കൂടെ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷനും കൂടി തന്നിരുന്നു. കാരണം ഈ ബേബി പ്രിമച്ചുറായിട്ട് ജനിക്കുകയാണെങ്കിൽ അതിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സ്റ്റീറോയിഡ് തരും. അതൊരു കറക്റ്റ് ട്രീറ്റ്മെന്റ് മെത്തേഡാണ്. അപ്പൊ 6th മന്തിൽ എനിക്ക് ആ സ്റ്റീറോയിഡ് കിട്ടിയത് കൊണ്ട് അത് ആസ് എ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഐ റിസീവ് ദാറ്റ്. പക്ഷെ അതുകൊണ്ട് ഈ ആന്റിവൈറൽ ഡ്രഗിനെ കീഴ്പ്പെട്ടില്ല, അത് പ്രോഗ്രസ്ഡ്. അപ്പം ഈ 6ാം മാസം പ്രഗ്നൻസി തൊട്ട് 7ാം മാസം പ്രഗ്നൻസി വരെ പ്രോഗ്രസീവ്ലി എൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം തകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഫൈനലി അതൊരു റെസ്പിറേറ്ററി സിസ്റ്റം കൊളാപ്സിൽ എത്തുകയും പിന്നെ വെന്റിലേറ്റ് ചെയ്തു. പിന്നെ 7 വീക്സ്, അതായത് 7 മന്ത്സ്, അതായത് 28 വീക്സിൽ പ്രഗ്നൻസി ടെർമിനേറ്റ് ചെയ്യും, ബേബി എടുക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പം ഇതിന്റെ സമയത്തൊക്കെ ഈ ഒരു മാസം എന്താ പറയാ, അതൊരു അഗ്നി പരീക്ഷയായിരുന്നു. അതല്ലാണ്ട് എന്നൊക്കെ എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇന്നൊക്കെ ആ ഭാഗങ്ങൾ എനിക്ക് എന്താ പറയണത് കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഓർമ്മ നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട്.
അപ്പൊ ആ ഒരു മന്തിൽ ഒരു കാര്യമേ എനിക്ക് ചിന്തയുള്ളൂ, അതായത് ദ ബേബി ഷുഡ് സർവൈവ് ആൻഡ് ഐ ഷുഡ് പ്രൊട്ടക്ട് ദ ബേബി. എന്ത് വന്നാലും മദറിന് ഉണ്ടായിക്കോട്ടെ, പക്ഷെ ബേബിക്ക് ഉണ്ടാവരുത്. അങ്ങനെ ഒരു പ്രെയറിലാണ് ആ ഒരു മാസം കടന്നുപോയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബേബി പുറത്തു വന്ന ശേഷം പിന്നെ മൈ കണ്ടീഷൻ deteriorated more, and it ended up having, and later on with the steroid injection I developed TB, meningoencephalitis, പിന്നെ സീഷ്യസ്, പിന്നെ ഒരു എന്താ പറയുക കൊടുങ്കാറ്റ് പേമാരിയുടെയും ഒരു വർഷങ്ങളായിരുന്നു അങ്ങനെ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് TB മെനിഞ്ചോഎൻസെഫലൈറ്റിസോട് കൂടി എനിക്ക് മൾട്ടിപ്പിൾ ക്രേനിയൽ നെർവ് വീക്ക്നെസ് ഒക്കെ ഉണ്ടായി, മെമ്മറി ഇല്ലാണ്ടായി, പിന്നെ നടക്കാനൊക്കെ പ്രയാസം, അങ്ങനെ മൊത്തത്തിലൊരു തളർച്ചയും ക്ഷീണവും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, കുഞ്ഞ് ഒരുവിധം സെറ്റിലായി, പക്ഷെ കുഞ്ഞിന് മൊത്തം ടേക്ക് കെയർ ചെയ്ത് മുഴുവൻ ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് ആക്ടഡ് ആസ് എ മദർ അവിടെ. ഞാൻ ഫുൾ ടൈം ഓക്സിജനിൽ ബെഡിൽ കിടക്കുകയാണ്, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. അപ്പം അതൊരു ടൈം ഓഫ് ഒരു കറേജ് ആയിരുന്നു, ഒരു പീരിയഡ് ഓഫ് പെയിനും കറേജും ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു, ഈ ഡിസബിലിറ്റീസ് മാറണമെങ്കിൽ ഐ ഷുഡ് ഗെറ്റ് അപ്പ്, ഐ ഷുഡ് സ്റ്റാൻഡ് അപ്പ്, ഐ ഷുഡ് വാക്ക്, ഐ ഷുഡ് സ്റ്റഡി. അതിനുശേഷമാണ് ഞാൻ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി പഠിച്ച് എൻട്രൻസ് എടുത്തത്. അപ്പം അതായത് വെനെവർ യു ഫോൾ യു ഷുഡ് സ്റ്റാൻഡ്, യു ഷുഡ് വാക്ക് ആൻഡ് യു ഷുഡ് ഗോ ഫോർവേഡ് ആൻഡ് റീച്ച് സംവെയർ. അങ്ങനെ ഒരു ദൃഢമായ ഒരു നമ്മുടെ ഉദ്ദേശം മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് അതാണ് നമ്മളെ ശരിക്കും കറേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. പിന്നെ അതിന് ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എഗെയിൻ എപ്പോഴും നമ്മൾ പറയേണ്ടതാണ് ഈ ഫെയ്ത്ത്, ദ പവർ ഫ്രം എബോവ്, അൾട്ടിമേറ്റ് പവർ. അത് നമ്മളെ എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ ഒരു എന്താ പറയുന്നത്, ഒരു നല്ലൊരു കൈൻഡ് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പം ഓൾവേസ് വിമൻ ആർ വെരി കറേജിയസ് ആൻഡ് പവർഫുൾ. പക്ഷെ അവർക്ക് എപ്പോഴും ഒരു നല്ല സപ്പോർട്ട് ഉണ്ടാകുമ്പോഴാണ് അത് കൂടുതലും പ്രകടമാക്കാൻ പറ്റുന്നത്. അപ്പം ഈ ഒരു കറേജ് എൻ്റെ ഒരു കറേജ് ആണെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ഈക്വലി കറേജിയസ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ഇറ്റ് ഈസ് ഗുഡ് ടു റിമെമ്പർ ഹിം ഓൾസോ അറ്റ് ദിസ് ടൈം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മള് പ്രേക്ഷകർക്ക് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു വലിയ കാര്യം എന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ അതിജീവിച്ചാണ് ഇന്ന് ഇത്രയും കറേജിയസ് ആയിട്ട് നമ്മുടെ ഡോക്ടർ ലക്ഷ്മി മാം നമ്മുടെ മുമ്പിൽ ഇത്രയും കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. സംതിങ് ലൈക്ക് എന്താ പറയാ, അതിന്ന് ഇത്രയും ഡെവലപ്പ് ചെയ്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്തു. അപ്പോഴും ആ കറേജ് വിടാതെ അല്ലെ, ആ കറേജ്, ഇന്നർ ഫെയ്ത്ത് ആൻഡ് കറേജ്, അതിലൂടെയാണ് ആ പെർസിസ്റ്റൻസ്, ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസിലൂടെയും അത്രയും സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ ഇറ്റ് ഇസ് ഇൻഡീഡ്, നിങ്ങൾ രണ്ടുപേരും തന്നെ ഹാർട്ട് ഓഫ് എ ലയൺ എന്ന് നമുക്ക് പറയാവുന്നത് തന്നെയാണ്. കാരണം അതില്ലാതെ ഒരുപക്ഷെ ഇത്രയും ഒരു ലെവലിലേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി വെരി എന്താ പറയുക, ഇൻസ്പയറിംഗ് ടു ഓൾ അവർ വ്യൂവേഴ്സ്. എന്തായാലും ഉറപ്പായിട്ട്. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോഴാണ് അല്ലെ നമ്മുടെ ഹാർട്ടിലേക്ക് ആ ഒരു കാര്യങ്ങൾ എത്തുന്നത്. നമ്മൾ ഇനി എന്തൊക്കെ തിയറി പറഞ്ഞാലും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ എത്രത്തോളം തരണം ചെയ്ത് മുന്നോട്ട് വന്നു എന്നുള്ളതിലാണ് ക്രക്സ് ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു. അപ്പോ വർക്ക് ലൈഫ് ബാലൻസ് ആയാലും മദർഹുഡ് ആയാലും ഇതിന്റെ ഒക്കെ പുറകെ ഒരുപാട് കറേജ്, ഫെയ്ത്ത് ആൻഡ് പെർസിസ്റ്റന്റ് എഫേർട്ട് ഇൻ മെയിൻറ്റെയിനിങ് ഓൾ ദീസ് തിങ്സ്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് വി ഷുഡ് അഡോർ. ലൈക്ക് നമ്മുടെ രണ്ട് സ്പീക്കേഴ്സും പറഞ്ഞ പോലെ വി ഷുഡ് ആക്ച്വലി ട്രൈ ടു ഹാവ് ദിസ് ഹാർട്ട് ഓഫ് എ ലയൺ. അതേ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഒരു വ്യക്തി മാത്രമല്ല, ആ ഒരു സമയത്ത് നമ്മളെ സഹായിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും ജീവിതത്തിൽ. അപ്പോൾ വരുന്ന ഒരു അടുത്തൊരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ ഒരു ഗ്രേറ്റ്ഫുൾനെസ് അല്ലേ. Gratitude above all. Gratitude for all, for the people you have met. Even imagine that almost at the end of my life, I've come and met you two young people. You make me feel, what does it matter? You have got aches and pains and everything. Look at them. And I'm so lucky that I've always come across people like you. It helps me a lot. Thank you. I should say thank you. Thank you, ma'am. Thank you, ma'am. ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഷെയർ ചെയ്യാനായിട്ടുള്ള? ഇപ്പൊ സുധാ മാം നമ്മളെ എന്തെങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റി, അതുപോലെ ഒരുപാട് യങ്സ്റ്റേഴ്സിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ വളരെ ഗ്രേറ്റ്ഫുൾ ആണെന്ന് പറഞ്ഞു. സോ ദിസ് ഇസ് സംതിങ് ലൈക്ക് ബീങ് ഗ്രേറ്റ്ഫുൾ ഇൻ വെരി ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ്. എനിക്കത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഹൗ ബീങ് ഗ്രേറ്റ്ഫുൾ ഹെൽപ്സ് ഇൻ വൺസ് ലൈഫ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്താണ് ഡോക്ടർ ലക്ഷ്മി മാമിനും സുധാ മാമിനും പറയാനായിട്ട്? സുധാ മാം പറയുവാണോ? ലക്ഷ്മി പറയൂ. എനിക്ക് ഐ ആം ക്വൈറ്റ് ഫാസിനേറ്റഡ്. ഞാൻ പറയാം after you say.
ആസ് ഐ ടോൾഡ്, പെയിൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയുന്നത് ഒരു എന്താ പറയുക ഒരു സന്തത സഹചാരിയായി മാറി ലൈഫിൽ. ഫിസിക്കൽ, മെന്റൽ ഓർ ഇമോഷണൽ ഏതൊക്കെ ലെവലിലാണെങ്കിലും എന്താ പറയുന്നത് പെയിൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പെയിൻ ഉണ്ടാവുന്ന സമയത്ത് കരയാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം നമുക്ക് എത്ര ഉണ്ടെങ്കിൽ എത്രയൊക്കെ നമുക്ക് തോന്നിയാലും ആ ഒരു ഇമോഷൻ കരഞ്ഞു തീർക്കുമ്പോൾ മാറും. പക്ഷെ അത് കഴിയുമ്പോൾ, ആ പെയിൻ്റെ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ വി ക്യാൻ ഓൾവേസ് വി ക്യാൻ ഓൾവേസ് ഫീൽ, ഓ അത് കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞതിന് നന്ദി. ആൻഡ് വി ലേൺ എ ലോട്ട് ഓഫ് ലെസൺസ് അലോങ് വിത്ത് ദ പെയിൻ. അപ്പം അത് അപ്പോഴാണ് ഇപ്പം എന്താ പറയുക, ഇപ്പോഴും ഇനിയൊരു പെയിൻ വന്നാൽ എനിക്ക് എടുക്കാൻ പറ്റൂല എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. പക്ഷേ കഴിഞ്ഞതിനൊക്കെ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അത് മാത്രമല്ല, അതിലൂടെ ഞാൻ പഠിച്ചതും ആ പെയിന് കാരണം, അതായത് ഒരു ഹഡിലാണ്. അപ്പം ദ ഗോഡ് കീപ്സ് ഓൺ റേസിംഗ് ദ ബാർസ് ഓഫ് ദ ഹഡിൽ. അപ്പോൾ ആദ്യം ഒരു പെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ചാടിക്കിടക്കുമ്പോൾ ഇത് ശരിയാവും. അടുത്തത് അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണ് വരുന്നത്. അപ്പോൾ അത് വല്ല വിധനെയൊക്കെ ചാടിക്കിടക്കുമ്പോൾ നമുക്ക് തോന്നും ഇതോടെ കഴിഞ്ഞു. അപ്പോൾ ആക്ച്വലി ഇറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്ന് കഴിയുമ്പോൾ അടുത്തത് എന്തായാലും വരും. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. അതൊരു ചലഞ്ച് ഇല്ലാതെ നമുക്ക് ലൈഫ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഓരോ ചലഞ്ചും നമ്മളെ ഒരു ബെറ്റർ പേഴ്സൺ ആക്കാണ്. വി ആർ ബീങ് മോർ സ്ട്രെങ്തൻഡ്. അതായത് ഒരു സേയിങ് ഉള്ളതുപോലെ, വാട്ട് ദാറ്റ് ഡസൻ കിൽസ് മേക്സ് യു സ്ട്രോങ്ങർ, അങ്ങനെ എന്തോ ഒരു സേയിങ് ഉണ്ട് അല്ലേ? സ്ട്രോങ്ങർ. അതാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് നമ്മളെ, ഇഫ് ഇറ്റ് കനോട്ട് ബ്രേക്ക് മീ, എവറി ടൈം ഐ ഗോയിങ് ടു ബിക്കം സ്ട്രോങ്ങർ. അപ്പോൾ അതിനെപ്പോഴും എനിക്കൊരു thankful, even for the pain I am thankful, even and definitely for happiness and all the achievements I am thankful. അതിന് ഒരു സംശയമില്ല. പക്ഷെ I am equally thankful for the pain and the difficult situations also. അതെ, പോസിറ്റീവ് സിറ്റുവേഷൻസ് മാത്രമല്ല അല്ലെ, നമ്മൾ നെഗറ്റീവ് സിറ്റുവേഷൻസിനും നമ്മൾ താങ്ക്ഫുൾ ആവണം. അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് അതിലൂടെ കടന്നു വരുന്നത്. ബ്യൂട്ടിഫുള്ളി എക്സ്പ്ലെയിൻ ഡോക്ടർ ലക്ഷ്മി. Sudha teacher? I have always found people who have experienced pain in different ways to be more sensitive, more understanding, more loving, and in every way a person who comes to your help when you're in times of need. And the makkal thanne, with all their different, they've all of them have got some kind of the chronic illness il chalurunde, absolutely healthy aayittullavaru ellarkum undavullo. But they're kinder. I feel the pain in their lives have made them understand and become kinder to people and but then the youngest daughter, the older children need not have felt so much love, and my husband, they adore my second marriage aanu parnu, they just love him so much. We are all one family. അങ്ങനെയൊക്കെയുള്ള തോന്നല് അവര് പല തരത്തിൽ അവർക്ക് sort of they've had to be apart from the family, be in a boarding school, കുറച്ച് ദൂരം, പിന്നെ അങ്ങനെ വേറെയും പലതും. അവർക്കൊക്കെ ഒരു മറ്റുള്ളവരുടെ വീക്ക്നെസ്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ അവരനുഭവിച്ച പെയിൻ കൊണ്ട് അവരെയും സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ അപ്പോ I think pain, when you are having it, you feel like asking God, why me? But you won't, because you know that it's because when you start meditating, you know that you will know it is just a bear. It will be okay. It will be okay in the parana pole thonu when you meditate. You know, when you sort of get connected with God, or whatever you can call it, appo angane thonu. Appo nammal mattullavarodum korchu kinder aayirikkum. And pain teaches you wonderful lessons na enikku thonunnu. I'm not saying go and accept pain nu parilla. Buddhan mullu dilma kadannittu okay alle adalla. Compassion, gratitude, compassion is another thing which is very important. ഇതെല്ലാം ഈ പെയിനിൽ നിന്ന് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ലക്ഷ്മിയുടെ and having a partner, അത് വലിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും. Having someone who understands, having children who understand, having parents who siblings who understand you, and അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. പക്ഷെ you have to go halfway അല്ലെ to meet them തോന്നുന്നു അല്ലെ. You have to കുറച്ച് അവർക്ക് വേണ്ടി നമ്മളൊന്ന് അങ്ങോട്ടും ചെയ്യണം അപ്പോഴും ഇങ്ങോട്ടും ചെയ്യണം, അതുപോലെ വരും. പക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാവും നമുക്ക്. അപ്പൊ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ടായിരുന്നു ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ. അതായത് ഇപ്പം ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി കഴിഞ്ഞിട്ട് ഫർദർ റിസർച്ച് നടത്തണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാനിങ്ങനെ പലയിടത്തും അപ്ലൈ ചെയ്തിരുന്നു അബ്രോഡ്. പക്ഷെ ഈ കൊറോണ കാരണം പലരും നമുക്ക് തിരിച്ച് റിപ്ലൈ എഴുതി ഇപ്പം ഔട്ട് ഓഫ് US നിന്ന് നമ്മൾ ആരെയും എടുക്കുന്നില്ല,
അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എന്താ പറയാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണല്ലോ ഇരിക്കുന്നതെന്നൊരു വിഷമം വന്നപ്പം. അപ്പം ഈ ഹസ്ബൻഡിന്റെ കാര്യം ഞാൻ പറഞ്ഞ മാഡം ഇപ്പൊ പറഞ്ഞില്ലേ, സപ്പോർട്ടിങ് ഹസ്ബൻഡ്. അപ്പം ഈ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, see, for a person who is born in an ordinary family, you have done extraordinarily എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ഇസ് ഇനഫ്. അപ്പം ഞാൻ മനസ്സിലാക്കി, യെസ്, ഇതാണ് അക്സെപ്റ്റൻസ്, ഇത് മതി, എനിക്കിനി കൂടുതലൊന്നും വേണ്ട. അപ്പൊ ഇങ്ങനെ ഒരു എന്താ പറയുക, ഇതിപ്പം എന്താ പറയുന്നത്, വിമൻസ് ഡേയില് സ്ത്രീകളെ എന്താ പറയുന്നത് പ്രോത്സാഹിപ്പിക്കാനുള്ള ഷോ ആണെങ്കിലും, വെൻ മെൻ സീ ദിസ് ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് മതി, യുവർ വൈഫ്സ് വേൾഡ് വിൽ ടേൺ അപ്സൈഡ് ഡൗൺ. പിന്നെ അവർക്ക് ആ ഒരു മെലങ്കളി അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടം എന്ന് പറഞ്ഞ സാധനം പിന്നെ ഉണ്ടാവില്ല ലൈഫിൽ. സോ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് സച്ച് എ അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡ് ഇൻ മൈ ലൈഫ്. അതില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എനിക്കിപ്പോ കയ്യനക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഹസ്ബൻഡ് എല്ലാ സെറ്റും എനിക്ക് ടെക്നിക്കൽ നോളജേ ഇല്ല. സച്ച് എ ബുദ്ധൂസ്, ഐ കൻ ലിറ്ററേറ്റ് ആണ്. പക്ഷെ മൈ ചിൽഡ്രൻ ആർ അണ്ടർസ്റ്റാൻഡിങ്, ഓൾദോ ദേ സേ അമ്മ യു മസ്റ്റ് മൂവ് വിത്ത് ടൈംസ് ഒക്കെ പറഞ്ഞു വെച്ചാൽ, but they all help me to manage the laptop and everything. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ പറയുമ്പോൾ, ഈ കൊറോണ വന്നപ്പോ I used to be in touch with teachers, children. They just sort of call me മേമ, വലിയമ്മ എന്നുള്ള പോലെ, and I was enveloped in love, and it was such joy. പക്ഷെ പെട്ടെന്ന് എവിടെ പോകാൻ പറ്റാണ്ട്. പക്ഷെ then nature came to my rescue, because when I closed my eyes and meditated, strength കൂടുതൽ കിട്ടി. എന്നിട്ട് ഒടുവിൽ ഇപ്പൊ ബേർഡ് വാച്ചിങ്ങും, ഹസ്ബൻഡ് ഫോട്ടോഗ്രാഫറാണ്, ഭയങ്കര ഫോട്ടോസും എടുത്തിട്ടുണ്ട്. ഞാനും ബേർഡ്സുമായിട്ട് വലിയ ഒരു ഫാമിലി പോലെയാ. I have a sort of conversation with them, and also with the flowers around. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടും. We'll get a chance. We'll never be able to feel അങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് വരാൻ സമ്മതിക്കില്ല. നമ്മുടെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഓഫ് കോഴ്സ്, അല്ലേ? ഉറപ്പായിട്ടും. എനിക്കിപ്പോ സുധാ മാം പറഞ്ഞെന്ന് മനസ്സിലായത്, രണ്ടുപേരും പറഞ്ഞെന്ന് മനസ്സിലായത്, ഈ പെയിൻ എന്ന് പറയുന്നത് നമ്മളത് സഹിക്കുക എന്നുള്ളതിലുപരി, ആ പെയിൻ നമ്മൾ അനുഭവിക്കുന്നതും മാത്രമല്ല, നമ്മൾ ബാക്കിയുള്ളവര് പെയിനിലിരിക്കുന്നതും ഇറ്റ്സ് ആക്ച്വലി പെയിൻഫുൾ ഫോർ അസ്, അല്ലെ? അതിനെയും നമ്മൾ തരണം ചെയ്യുക, അവർക്ക് ആ ഒരു സ്ട്രെങ്ത് കൊടുക്കുക എന്ന് പറയുന്നതും ഇറ്റ് ഇസ് എ വെരി ബിഗ് തിങ്. ഇറ്റ്സ് ആൻ ആക്ട് ഓഫ് കമ്പാഷൻ, എസ്പെഷ്യലി ഇൻ ദിസ് പീരീഡ് ഓഫ് കോവിഡ്. സോ മെനി പീപ്പിൾ ആർ ഇൻ ഡിസ്ട്രെസ്. ആ ഒരു സമയത്ത് നമ്മളൊരു കമ്പാഷനേറ്റ് ആയിട്ട് ആ ഒരു പെയിനിൽ അവർക്ക് ഒരു ഈസ് കൊടുക്കാൻ തന്നെ ഇറ്റ് ഇസ് എ വെരി ബിഗ് തിങ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്രേറ്റ്ഫുൾനെസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് രണ്ടുപേരും അവരുടെ എക്സാമ്പിൾസ് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണർ അവരെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത്. അപ്പം ഒരു വുമൻ കംപ്ലീറ്റ് ആണെങ്കിൽ എനിക്കൊന്ന് എസ്പെഷ്യലി മാരീഡ് ആയിട്ടും കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ഉള്ള ആൾക്കാർക്ക് ദേ നീഡ് എ സപ്പോർട്ട്. They can definitely excel, but family support is very important എന്നുള്ളത് is a very I would say ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് രണ്ടുപേരും കൺവേ ചെയ്തത്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവിടെയും എനിക്ക് നിങ്ങളോടും തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ അത്രയും ഒരു ലൈഫ് ലെസൺ ആണ് നമ്മൾ ഈ ഓരോരോ എക്സ്പീരിയൻസിലൂടെ ലേൺ ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അനുഭവിക്കണം എന്നില്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ ലൈഫ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ലെസൺസ് ലേൺ എന്നുള്ള രീതിയിൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ എല്ലാം ക്വാളിറ്റീസ് ഓഫ് ഹാർട്ട് ആണ്, അല്ലെ? എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങൾ ഇത്രയും ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്താണ് ശരിക്കും സഹായിച്ചിട്ടുള്ളത്? ഫെയ്ത്ത്, അക്സെപ്റ്റൻസ്, ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഓൾ ദീസ് ആർ വെരി പോസിറ്റീവ് ക്വാളിറ്റീസ് ആൻഡ് ദാറ്റ് ഓഫ് ദ ഹാർട്ട് കംസ് ഫ്രം വിത്തിൻ. ഇത്തരം ക്വാളിറ്റീസിനെ എൻഹാൻസ് ചെയ്യാനായിട്ടും ഇത്തരം ലൈഫ് സിറ്റുവേഷൻസിനെ തരണം ചെയ്യാനായിട്ടും ഡോക്ടർ ലക്ഷ്മി മാമിനെ എന്താണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? നമുക്ക് എല്ലാവർക്കും ഒരു സം ടെക്നീക്ക് ഉണ്ടാവുമല്ലോ, അല്ലെ, അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള? അങ്ങനെ ലക്ഷ്മി മാമിന് എന്താണ് അങ്ങനെ പറയാൻ? MBBSന്റെ സെക്കൻഡ് ഇയർ തന്നെ ഞാൻ മെഡിറ്റേഷൻ തുടങ്ങിയിരുന്നു. അപ്പൊ തന്നെ നമ്മൾക്കൊരു എന്താ പറയുന്നത്, അപ്പം ഈ ഫസ്റ്റ് ക്ലാസ് 65% കിട്ടിയിരുന്ന എനിക്ക് മെഡിറ്റേഷൻ തുടങ്ങിയ ശേഷം അത് 74% ആയി. അപ്പം പിന്നെ എല്ലാ വർഷവും ആ മാർക്കിലാണ് നിന്നിരുന്നത്. അപ്പം അതൊരു എന്താ പറയുന്നത്, ഒരു വളരെ ഈസി ആയിട്ട് ടാഞ്ചിബിൾ ആയിട്ട് ഉണ്ടായ ഒരു ഇഫക്റ്റ് ആണ് മെഡിറ്റേഷന്റെ. പക്ഷെ അതോടൊപ്പം ഈ പറഞ്ഞ ക്വാളിറ്റീസ് എല്ലാം ഒന്നിന് പിറകെ ഒന്നായി വന്നു എന്ന് വേണം പറയാൻ. പക്ഷെ അത് എപ്പോഴും വന്നു എന്നൊന്നും അറിയില്ല. പക്ഷെ അത് ഉണ്ടെന്ന് മനസ്സിലാവുന്നത് നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ
തരണം ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെ തരണം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഓ എനിക്ക് ഇതും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഇതിനുള്ള കറേജ് എനിക്ക് ഉണ്ടെന്ന്. അപ്പം ആസ് സച്ച് എനിക്ക് ഏത് പോയിന്റിലാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഈ മെഡിറ്റേഷൻ തുടങ്ങിയ ശേഷമാകണം ഈ ഒരു പ്രകടമായ വ്യത്യാസം ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഓൾവേസ് ഐ കീപ് മൈസെൽഫ് യങ് അറ്റ് മൈൻഡ്. കാരണം ഐ കുഡ് ബിഫ്രണ്ട് എ സ്മോൾ ചൈൽഡ്. അത് ഐ എം എ പീഡിയാട്രീഷ്യൻ ബേസിക്കലി. അപ്പം നാച്ചുറലി ആ ക്വാളിറ്റി ഉണ്ടാവും. അല്ലാണ്ട് തന്നെ ഒരു കുഞ്ഞിന്റെ ആറ്റിറ്റ്യൂഡും ആ കുഞ്ഞിന്റെ ചിന്തകളും ഒക്കെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതായിരിക്കണം ഒരു കാരണം. ബിക്കോസ് ഐ കുഡ് ബി സിമ്പിൾ. അങ്ങനെ വളരെ സിമ്പിൾ ആയെങ്കിൽ മാത്രമേ കുട്ടികളെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദേർ ഇസ് എ സേയിങ് ലൈക്ക്, കുട്ടികളും അനിമൽസും നിങ്ങളെ വിശ്വസിക്കുന്നെങ്കിൽ അതിനർത്ഥം യു ആർ എ ഗുഡ് ഹ്യൂമൻ ബീയിങ്. ബിക്കോസ് യു കനോട്ട് ചീറ്റ് ബോത്ത് ഓഫ് ദം. ദേ കൻ റീഡ് യുവർ വൈബ്സ് എന്നാണ് പറയുന്നത്. അപ്പം മേ ബി ഐ കുഡ് ബി സിമ്പിൾ ആൻഡ് ബി ഇൻ ട്യൂൺ വിത്ത് ദം പ്രോബബ്ലി. അതുകൊണ്ടായിരിക്കാം, അതാണ് ഒരു കാരണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിറ്റേഷൻ മേ ബി ഇനേബിൾഡ് ഓർ എൻഹാൻസ്ഡ് ഓൾ ദീസ് തിങ്സ് എന്ന് വേണമെങ്കിൽ പറയാം. Yes, all the good qualities in you that helped you to get along. It will get the positive aspects will come forward. അല്ലേ? അതാണ്. എൻ്റെ രണ്ടാമത്തെ മോള് ഈ പ്രളയം വന്നപ്പോൾ she offered to, they wanted the lady to fly in the helicopter to a remote island to pick up women from their hotel. She offered to go. എൻ്റെ ദൈവമേ, ഞാൻ സഫർ ചെയ്യാൻ പറഞ്ഞാൽ മദർ നാച്ചുറലി വിൽ വറി. പക്ഷെ ഞാൻ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് I left everything to the power, and then she arrived safe, and she brought them back also safe. അങ്ങനെ ഓരോ മക്കളുടെ കേസിൽ as a mother I've had so many instances and got over misunderstanding also as a mother, grandmother and mother-in-law. Ippalthe teenagers are so different, but I get along well with them because I tell them if I am wrong, please tell me if I am wrong. ഞാൻ ഒരു വേറെ ജനറേഷൻ ആണെന്ന് പറയുമ്പോൾ അതും ഒരു അക്സെപ്റ്റൻസ് ആണ്. We'll explain to you, come and sit down, we'll tell you what you have to do എന്ന് പറയും. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. എൻ്റെ സ്റ്റുഡൻസും അതെ, എനിക്ക് വയ്യാണ്ടായപ്പോൾ ഇടയ്ക്ക് ഒരു വയ്യാണ്ടായിട്ട് പോകാൻ പറ്റാണ്ടായപ്പോൾ അവർ പറഞ്ഞു സാരമില്ല. ഞാൻ പറഞ്ഞു ഞാൻ മറന്നു പോകണു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഗവൺമെന്റ് സ്കൂൾസിലാണ് പോകാറ്. അവർ പറയും ഞങ്ങൾ പറഞ്ഞു തരാം, എന്നാലും വരാതിരിക്കല്ലേ എന്ന്. എന്ത് വേണം പിന്നെ? It has all happened because of that faith which I have maintained, and meditation has helped like anything was. ആ ഒരു ലവ് അല്ലേ, നമ്മുടെ ആ ഒരു സ്നേഹം. Love above all, അല്ലേ? Motherhood means love, അല്ലേ? Love means love, let's go, love has no barriers. അങ്ങനെ തുടരുമല്ലോ അല്ലേ ലവിന്റെ കാര്യത്തിൽ. അതെ, I read recently that if you have a guru, a living guru or guru, and guru's role is sort of guru means love. Motherന്റെ ഇതിലാണ് ഗുരുവിനെ കാണേണ്ടതെന്നും അത് കഴിഞ്ഞിട്ട് ഗുരു വിൽ കുറച്ചുകൂടി ഹയർ പവറിനുള്ള വേ തെളിയിക്കുന്നതാണല്ലോ അല്ലേ? അങ്ങനെ വായിച്ചിട്ടുണ്ട് ഞാൻ. എവിടെയാന്ന് ഇപ്പൊ ഓർമ്മ വരുന്നില്ല, എന്നാലും ഞാൻ പറയാം എവിടെയാന്ന് വെച്ചാൽ ഇപ്പൊ ഫോളോ ചെയ്യുന്ന മെഡിറ്റേഷന്റെ തന്നെ ആയിരിക്കണം. അതിൽ അങ്ങനെ വായിക്കുമ്പോൾ കിട്ടിയതായിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്നു, ഇങ്ങനെ ആലോചിച്ചപ്പോ ഓർമ്മ വന്നു ഇതിനെ കുറിച്ച്. ഒരു ഇന്നർ ഗൈഡൻസ് അല്ലെ, നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. ഗുരു ഇസ് നൺ ബട്ട് an inner guide അല്ലെ. നമ്മള് എന്തൊക്കെ എക്സ്റ്റേണൽ ആയിട്ട് പറഞ്ഞാലും നമ്മുടെ ഒരു ഇന്നർ ഗൈഡൻസ് ആണ് ശരിക്കും ഈ പറയുന്ന എല്ലാ ചാലഞ്ചിങ് സിറ്റുവേഷൻസിലും നമുക്ക് വളരെ ബോൾഡായിട്ട് ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോ ഈവൻ സ്റ്റഡീസിലാണെങ്കിൽ പോലും എനിക്ക് റീസെന്റ് ആയിട്ടൊരു എക്സാമ്പിൾ ഇങ്ങനെ കിട്ടി. ലൈക്ക് ഒരു കുട്ടി, ഷി വാസ് വെരി പുവർ ഇൻ ഹർ അക്കാഡമിക്സ്, പക്ഷെ വെൻ ഷി സ്റ്റാർട്ടഡ് പുട്ടിങ് എഫേർട്ട് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ, ആൻഡ് അതിന് വേണ്ടി ചെയ്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് എഫേർട്ട്ലെസ്, അതായത് മെഡിറ്റേഷൻ. ഇറ്റ് ഇസ് വെരി എഫേർട്ട്ലെസ് തിങ് ബട്ട് വിച്ച് ക്യാൻ ഹാവ് എ ട്രമെൻഡസ് ഇമ്പാക്ട് ഇൻ അവർ ലൈഫ് അല്ലെ. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങി. ചെയ്ത് എസ്പെഷ്യലി എക്സാം സമയത്തൊക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എവിടെ ഇരുന്ന കുട്ടിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ടീച്ചേഴ്സിന്റെ ഒക്കെ എക്സ്പെക്ടേഷൻ അതീതമായിട്ട് ഷീ ഗോട്ട് സ്കോർ ദ ഹയസ്റ്റ് ഇൻ ഹർ കോളേജ്. ഓക്കെ, അപ്പം അതിലൊക്കെ എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞ കാര്യത്തിലും അതുപോലെ തന്നെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇപ്പൊ കേട്ട ഒരു എക്സാമ്പിൾ ആണ്. ഹൗ ഹർ പെർസിസ്റ്റൻസ്, എസ്പെഷ്യലി പെർസിസ്റ്റൻസ് ഇൻ എനിത്തിങ് ദാറ്റ് വി ഡു അല്ലെ. മെഡിറ്റേഷൻ ആണെങ്കിലും അതിലും നമ്മൾ പെർസിസ്റ്റന്റ് ആയിട്ട് ഡിറ്റർമിൻഡ് ആയിട്ട് ചെയ്യണം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ട് വരുമ്പോൾ എന്തുമാത്രം റിസൾട്ട്സ് ആണ് അതിലൂടെ ഉണ്ടാവുന്നത്, പോസിറ്റീവ് ഔട്ട്കംസ് ആണ് ഉണ്ടാവുന്നത്.
മെഡിറ്റേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നമ്മുടെ ലക്ഷ്മി മാമും പറഞ്ഞു, സുധാ മാമും പറഞ്ഞു, രണ്ടുപേർക്കും ഒരുപാട് ജീവിതത്തില് ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. മെഡിറ്റേഷൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്റെ ജീവിതത്തിൽ ചാലഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്നല്ല, പക്ഷെ അതൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി കിട്ടും. ആ ഒരു I totally agree with you. Yeah, your life is not going to be a ഭയങ്കര സ്മൂത്ത് റോഡ് ഒന്നും ആയിരിക്കില്ല, പക്ഷെ you will have the strength to face it. In fact, your challenges will be more എന്താ പറയുന്നത്, more tiring, more challenging problems. അപ്പൊ പ്രോബ്ലംസ് അപ്പോഴും നമുക്ക് താങ്ങാൻ അതീതമായിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് വരില്ല എന്നും പറയുന്നുണ്ട് അല്ലേ. അപ്പൊ വെൻ യു ഗെറ്റ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് വി ഷുഡ് ആക്ച്വലി ബി സംഹൗ പ്രൗഡ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്ക് താങ്ങാനുള്ള ശക്തി ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ഇത്രയും ചാലഞ്ചസ് വരുന്നത്. ഇത് സംതിങ് ഐ ഹവ് റെഡ്. പക്ഷെ നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് പ്രൂവ്ഡ് എന്ന് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു. അപ്പോ ഇതിനെല്ലാം വേണ്ട ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്, ഇന്നർ ആൻഡ് എക്സ്റ്റേണൽ ലൈഫിൽ വരുന്ന ഒരു ബാലൻസ് ആണ്, റിലാക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ് എന്നുള്ളതാണ് എനിക്കിപ്പോ നിങ്ങളുടെ രണ്ടുപേരുടെ നിന്നും സംസാരിച്ചപ്പോ ഫീൽ ചെയ്തത്. അപ്പോ വേറെ എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്താണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തത്, അത് നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വുമൻസ് ഡേ പ്രോഗ്രാം. I couldn't quite hear the last line. Okay. I'm sorry. ഇപ്പൊ നമ്മളെല്ലാരും നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു അല്ലേ. അപ്പം ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് നമ്മുടെ ഒരു റിലാക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്, ഒരു ഇന്നർ ബാലൻസ് ആണ്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാനും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും we three of us are practicing. So this is an opportunity for our audience. എന്താണ് ഇതും നമ്മൾ പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ എല്ലാവർക്കും റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇപ്പോ നമ്മുടെ ഓഡിയൻസിനും കൂടെ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എക്സ്പീരിയൻസ് ആണല്ലോ നമുക്ക്. പിന്നെ അതിന് മുൻപ് ഞാൻ 2-3 കാര്യങ്ങൾ കൂടി പറഞ്ഞോട്ടെ പ്രേക്ഷകർക്ക്. ഓക്കെ. അപ്പം നമുക്ക്, അതായത് ആസ് വിമൻ or as human we should always learn and update ourselves. നമ്മൾ എന്തെങ്കിലും കാര്യം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ മനസ്സുകൊണ്ട് എപ്പോഴും യങ് ആയിരിക്കും. അപ്പം നമ്മൾക്ക് അധികം മിസറബിൾ ആവൂല. നമ്മൾ ആ ഒരു ലേണിങ്ങിന്റെ ആ ഒരു എന്തൂസിയസം, ആ സ്പിരിറ്റ് ഒക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമ്മൾ തോന്നുന്നു നമുക്ക് എന്താ പറയുന്നത്, ഒരുപാട് വയസ്സായി, നമുക്ക് നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല, നമുക്ക് മിസറി, നമുക്ക് സങ്കടം. അല്ല, അങ്ങനെയൊക്കെയാണ്. അല്ല, നമ്മൾ എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും സ്റ്റുഡന്റ് ആണ്. നമുക്ക് എന്തെങ്കിലും ഒരു പരീക്ഷ വരും ഭാവിയിൽ എഴുതാനായിട്ട്. നമ്മൾ എന്താ പറയുക, നമുക്ക് പിന്നെ അതോടൊപ്പം നമുക്ക് സ്റ്റുഡൻസ് വരും നമ്മുടെ താഴെ. അപ്പം അല്ലെങ്കിൽ ഒന്നുകിൽ നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റുഡൻസിനെ അക്സെപ്റ്റ് ചെയ്ത് അവരെ പഠിപ്പിക്കുക. ഇപ്പൊ സുധാ ടീച്ചർ പറഞ്ഞതുപോലെ നമ്മൾ പഠിപ്പിക്കുന്നവർ നമ്മൾ പഠിക്കും. അപ്പം ഇതിൽ എന്തെങ്കിലും നമ്മൾ എടുക്കുക. ഒന്നെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട്, അതായത് ഓൾവേസ് എ ഗുഡ് ടീച്ചർ വിൽ ഓൾവേസ് സ്റ്റഡി എന്നാണ് പറയുന്നത്. ഒരു സ്റ്റുഡന്റിനെ പഠിപ്പിക്കാൻ വേണ്ടി എന്തായാലും പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്തില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്തെങ്കിലും കൊച്ചു പുതിയ കോഴ്സുകൾ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ശാരീരികമായും മാനസികമായും തളർന്നെടുത്തപ്പോൾ ഐ ഡിസൈഡഡ് ടു ഡു ഫർദർ സ്റ്റഡീസ്. അപ്പൊ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മളൊരു എന്താണ്, സ്ത്രീകൾ, ഞാനിപ്പോ കല്യാണം കഴിഞ്ഞു, ഞാൻ വീട്ടിലായി, എനിക്കിനി ഫർദർ പറ്റൂല, ഡിസ്റ്റന്റ് എഡ്യൂക്കേഷനോ എന്തെങ്കിലും ഒരു കോഴ്സ് എടുക്കുക. അങ്ങനെ ഒരു പഠിക്കാനും അതിൻ്റെ ഒരു ചെറിയൊരു അംബീഷനോട് കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ that will bring a lot of change in our life other than our cooking and mothering and other skills. നമ്മുടെ ഈ ഒരു കാര്യത്തിൽ ഒന്ന് നമുക്ക് കുറച്ചൊരു എക്കണോമി കയ്യിൽ വരും. നമ്മൾ എന്തെങ്കിലും പഠിച്ചൊരു കോഴ്സ് ചെയ്ത് ഒരു ജോലി ചെയ്യുമ്പോൾ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്, അപ്പം നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് വരും. ഒരു സ്റ്റുഡൻറ് ലൈഫ് ഒന്നുകൂടെ കിട്ടും. അതെല്ലാം ഭയങ്കരമായി നമ്മളെ ഹെൽപ്പ്, മെന്റലി ഒരു ബാലൻസ്, ഒരു ഹാപ്പിനെസ്, ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് നമുക്ക് കിട്ടും സ്റ്റുഡൻറ് ലൈഫിൽ. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്ത് എപ്പോഴും എന്തെങ്കിലും കൂടുതലായി പഠിക്കാൻ ശ്രമിക്കുക. ശരിയാ. I'll start, Lakshmi. It's good advice for me. എനിക്കിവിടെ 2 കൊച്ചുകുട്ടികളുടെ, ഞാൻ ഇവിടെ ജോലിക്ക് വരുന്ന കുട്ടിയുടെ, അവരുടെ ഒരു 9ാം ക്ലാസ്സിലെ കുട്ടിയും 1ലെ കുട്ടിയുണ്ട്. അവർ തമിഴ്നാട്ടിലായിരുന്നു. അവിടെ തമിഴും മലയാളവും പഠിച്ചിട്ടില്ല. അപ്പൊ ഇവരെ മലയാളവും തമിഴും പഠിക്കും. ആൻഡ് ഈ ബോയ് ഇസ് സോ ആർട്ടിസ്റ്റിക് ദാറ്റ് എന്റെ ഹസ്ബൻഡ് ആർട്ടിസ്റ്റ് ആണ്. So they both together they draw pictures and they make crafts things and all that. അപ്പൊ അങ്ങനെ വീടൊരു ചെറിയ സ്കൂളാ. അപ്പൊ അതുകൊണ്ട് പക്ഷെ എനിക്ക്, as you say, I must do a course, but will anyone accept me at the age of 83?
There are a lot of courses, ma'am. ഇന്ദിരാഗാന്ധി ഇഗ്നോയിലുണ്ട് ഒരുപാട് കോഴ്സുകളുണ്ട്, ഏജ് ലിമിറ്റ് ഇല്ലാത്ത കോഴ്സുകൾ. ക്രിയേറ്റീവ് റൈറ്റിംഗ് ചെയ്തിരുന്നു, കുറച്ച് നോക്കിയായിരുന്നു പുസ്തകങ്ങളൊക്കെ, എന്നാലും നോക്കട്ടെ. Good. So this webinar has helped me, I think, too. It has helped me also, ma'am. ശരിക്കും ഒരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു എനിക്കും. അതുപോലെ തന്നെ ഇപ്പൊ സുധാ മാമും ഡോക്ടർ ലക്ഷ്മി മാമും പറഞ്ഞു, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഓഡിയൻസിനും അങ്ങനെ തന്നെ ആയിരിക്കും. പറഞ്ഞല്ലോ, ഒരു വുമൻ എന്ന് പറയുമ്പോൾ ഷീ നീഡ് സപ്പോർട്ട്. പഠിക്കുകയാണെങ്കിലും എല്ലാ കാര്യത്തിനും ഒരു സപ്പോർട്ട് വേണം. അപ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സ് ഇത് കാണുകയാണെങ്കിലും അവർക്കും അതൊരു മോട്ടിവേഷൻ ആയിരിക്കും നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സ്റ്റോറീസ് ഷെയർ ചെയ്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദി എക്സ്പീരിയൻസസ് വെരി ജെന്യുവൻലി ആൻഡ് ഓപ്പൺലി. അതിലൊരുപാട് സന്തോഷം. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞൊരു ഹാപ്പിനെസ് ആണെങ്കിലും ഈ ഇന്നർ ക്വാളിറ്റീസിന് നമുക്ക് ദർ ഇസ് സം ടെക്നിക് ദാറ്റ് ക്യാൻ ആക്ച്വലി ഹെൽപ്പ് us ടു ടാപ്പ് ദിസ് ക്വാളിറ്റീസ്, അല്ലെ? ടാപ്പിംഗ് അവർ ഇന്നർ പൊട്ടൻഷ്യൽ. അതിനു വേണ്ടി നമുക്ക് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. അപ്പോൾ ഒരുപാട് ഇൻവെൻഷൻസ് നടന്നിട്ടുണ്ട്, അല്ലെ? മാഡം ക്യൂറി, അതുപോലെ തന്നെ സർ ഐസക് ന്യൂട്ടൺ, അതുപോലെ ഒരുപാട് ബെൻസീൻ മോളിക്യൂളിന്റെ ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ. ഈ ഇൻവെൻഷൻസിന്റെ ഒക്കെ ബേസിക്സ് നോക്കുകയാണെങ്കിൽ ഈ സയന്റിസ്റ്റുകൾ എല്ലാം തന്നെ, ഈവൻ യോഗിക് ഫിലോസഫേഴ്സ്, ഇവരുടെ എല്ലാവരുടെ മനസ്സ് അത്രയും റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ഇരുന്നപ്പോഴാണ് ആ ഒരു റിയൽ റിസർച്ച്, ആ ഒരു റിയൽ ഡിസ്കവറി വന്നത്. അപ്പോൾ റിലാക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിന്റെ ആവശ്യകത ഈവൻ നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമല്ല, ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും അതിനെ തരണം ചെയ്യാനായിട്ടും ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഫേസ് ചെയ്യാനായിട്ട് റിലാക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വളരെ ആവശ്യമാണ്. ഒരു നമ്മൾ ദേഷ്യപ്പെട്ട ഒരു ടീച്ചറാണ് നമ്മുടെ സുധാ മാം ടീച്ചറാണ്, ഡോക്ടർ ലക്ഷ്മി മാം ഒരു ഡോക്ടറാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ദേഷ്യത്തോടെ ഒരു പേഷ്യന്റെ അടുത്തോ കുട്ടിയുടെ അടുത്തോ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കും? ഒബ്വിയസ്ലി പ്ലസന്റ് ആവണം എന്നുണ്ടോ? ഇല്ല. ദേഷ്യം എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഞാൻ എപ്പോഴും. എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് ഞാൻ ഇറിറ്റേറ്റഡ് ആണ്, പെയിനും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ദേഷ്യപ്പെടും കേട്ടോ. പക്ഷെ ഇത് എന്തുകൊണ്ടാണോ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടാന്ന് പറയും. അപ്പൊ ഹി ഫീൽസ്, അപ്പൊ എന്നെ ടെസ്റ്റ് ചെയ്ത് ഞാൻ ഇന്ന് ദേഷ്യപ്പെടുന്നില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ തമാശയായിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ കൺട്രോൾ ചെയ്യണ്ട. ആവശ്യത്തിന് റൈറ്റസ് ആങ്കർ എന്ന് പറയില്ലേ, അത് ചെറുതായിട്ട് നമ്മൾ ദേഷ്യം കാണിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് അപ്പൊ അവർക്കറിയാം അവരുടെ നന്മയ്ക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആക്ച്വലി എസ്റ്റാബ്ലിഷ് എ ഫ്രണ്ട്ഷിപ്പ് ആറ്റിറ്റ്യൂഡ് ആണ്. ഐ ഫീൽ പേഴ്സണലി യു എസ്റ്റാബ്ലിഷ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദം and then they know now when we meditate, ഈ കുട്ടികൾക്ക് അറിയാം that we are meditating and all that. അങ്ങനെയൊക്കെ അങ്ങനെ. അതുകൊണ്ട് പിന്നെ സൺഡേസ് വരണ്ടെന്ന് പറയും, എന്നാലും നമുക്ക് സൺഡേസ് ഞങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന കൂടുതൽ സൺഡേസ് ആണ്. അപ്പൊ അങ്ങനെ അത് ഇറ്റ്സ് ഹെൽപ്ഡ്. പക്ഷേ എപ്പോഴും ഒരു റിഫ്രഷർ കോഴ്സ് പോലെ വേണമെന്ന് തോന്നുന്നത് എപ്പോഴും ഈ റിലാക്സിങ്ങില്. ഇപ്പൊ ഒരു സെന്ററിങ് എന്ന് പറയാൻ വളരെ രസം തോന്നുന്നുണ്ട് ഇപ്പൊ. അങ്ങനെ ഹോൾ ബോഡി റിലാക്സ് ചെയ്ത്, പെയിനിനും നല്ലതാ റിലാക്സിംഗിൽ. വളരെ ഫിസിക്കൽ പെയിൻ, മെന്റൽ പെയിൻ, എല്ലാം കൊണ്ടും ഇരട്ടി ഊർജം കിട്ടുന്നുണ്ട് തോന്നുക എനിക്കിപ്പോ, എനർജി കിട്ടുന്നുണ്ട് തോന്നുക ഫ്രം മെഡിറ്റേഷൻ, അല്ലേ? ആൻഡ് ദാറ്റ് തിങ്കിങ് ഫ്രം ദ ഹാർട്ട് ഓൾവേസ് ഹെൽപ്സ് ഡെഫിനറ്റ്ലി when you face situations. Everything, I think. തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്നാ ഒരു റിലാക്സേഷൻ ടെക്നിക്ക് നമ്മളെല്ലാവരും കൂടെ ഒന്ന് ചെയ്താലോ? നമ്മുടെ ഓഡിയൻസ് ഇത് കേൾക്കുന്നവർക്കായാലും നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലാക്സേഷൻ ടെക്നിക്കാണ്. ആൻഡ് ദർ ഇസ് നത്തിങ് കോംപ്ലിക്കേറ്റഡ് ഇൻ ഇറ്റ്. ഒന്നുമില്ല, ജസ്റ്റ് നമുക്കത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് സുധാ മാം പറഞ്ഞല്ലോ, ഇറ്റ് വിൽ മേക്ക് us really energized, it will help us to balance our mind. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെ ബെനിഫിറ്റ്സ് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നമ്മളത് പറയുന്നതിലുപരി നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. വി ക്യാൻ നോട്ട് ഇറ്റ് ഡൗൺ ഇൻ എ ഡയറി, ഒരു ജേർണൽ ചെയ്യുക, എന്താണ് നമ്മൾ ഫീൽ ചെയ്തത് എന്നുള്ളത്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് സെഷൻ ആയിട്ട് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാവരും കംഫർട്ടബിൾ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അവരവരുടെ സ്ഥലങ്ങളിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ആയിട്ടിരിക്കുക. പോസ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോസ്റ്റർ അഡോപ്റ്റ് ചെയ്യാം. കിടക്കണം എന്നല്ല പറഞ്ഞ്, ഇരിക്കുന്നതിൽ തന്നെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റർ അഡോപ്റ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാം, നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മുടെ ആ ഒരു ക്വാളിറ്റീസ് ഓഫ് ദ ഹാർട്ട് എല്ലാം തന്നെ എല്ലാ പോസിറ്റീവ് ക്വാളിറ്റീസും നമ്മുടെ ഹാർട്ടിൽ നിന്നാണെന്ന് പറഞ്ഞല്ലേ.
So let us try to experience this. It will only take 10 to 20 minutes. So എല്ലാവരും റെഡി ആണല്ലോ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. യെസ്. നിങ്ങൾക്ക് എങ്ങനെയാണ് റിലാക്സ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ നമ്മുടെ സ്ക്രീനിലും കാണിക്കുന്നതായിരിക്കും. സൗകര്യപ്രദമായ രീതിയിൽ ഇരിക്കുക. കണ്ണുകൾ വളരെ മൃദുലമായി അടച്ച് സ്വസ്ഥമായി ഇരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ കാൽവിരലുകളിലേക്ക് കൊണ്ടുവരിക. കാൽവിരലുകൾ ഒരല്പം ഒന്ന് അനക്കിയ ശേഷം അവ സ്വസ്ഥമായി വയ്ക്കുക. കാൽപാദ്, കണങ്കാല് ഇപ്പോൾ വളരെ വിശ്രമാവസ്ഥയിലാകുന്നതായി അനുഭവിക്കുക. Your feet and ankles are getting relaxed. ഇപ്പോൾ ഭൂമിയിൽ നിന്നും ഭൂമാതാവിൽ നിന്നും ഒരു നേരിയ ഊർജം കാൽപാദങ്ങളിലൂടെ കണങ്കാലുകളിലൂടെ കാൽമുട്ട് വരെ വ്യാപിക്കുന്നതായി അറിയുക. കാൽപാദം, കണങ്കാലുകൾ, കാൽമുട്ട് വരെയുള്ള കാലിന്റെ ഭാഗങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നു. കാൽമുട്ടിന് താഴെയുള്ള കാലിന്റെ ഭാഗം ഇപ്പോൾ വളരെ റിലാക്സ്ഡ് ആകുന്നു. ഈ ഹീലിംഗ് എനർജി അഥവാ ഊർജം കാൽമുട്ടുകളിൽ നിന്നും ഇടുപ്പിന്റെ ഇരുവശത്തേക്കും വ്യാപിക്കുന്നതായി അറിയുക. കാൽമുട്ടുകൾ, തുടകൾ, ഇടുപ്പിന്റെ ഇരുവശവും ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നു. Hips, thighs, knees are now deeply relaxed. രണ്ട് കാലുകളും ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. Your entire lower limbs are deeply relaxed. Gently bring your attention to your abdomen. ഉദരഭാഗത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ തങ്ങി നിൽക്കുന്ന എല്ലാ ടെൻഷനുകളും വിട്ട് ഉദരഭാഗം ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നതായി അനുഭവിക്കുക. Your abdominal muscles are getting deeply relaxed.
ഈ നേരിയ ഊർജം നെഞ്ചിന്റെ ഭാഗത്തേക്ക് വ്യാപിക്കുന്നതായി അറിയുക. നിങ്ങളുടെ നെഞ്ച് ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നു. Your entire chest area is getting relaxed. ഈ ഊർജം തോളുകളിലൂടെ കൈവിരൽ തുമ്പ് വരെ വ്യാപിക്കുന്നതായി അനുഭവിക്കുക. Feel this energy moving down through your shoulder up to your fingertips. ഇരു തോളുകളും അലിഞ്ഞില്ലാതാകുന്നതായി അനുഭവിക്കുക. അവിടെ തങ്ങി നിൽക്കുന്ന എല്ലാ പിരിമുറുക്കങ്ങളും വിട്ട് ഇരു തോളുകളും അലിഞ്ഞില്ലാതാകുന്നു. Release all the tensions you're holding there, and your shoulders are melting away. ഇരു കൈകളിലെയും എല്ലാ മാംസപേശികളും ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നു. Your arm and forearm are deeply relaxed. കൈവിരലുകൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. Feel the energy oozing out through your fingertips. ഈ ഊർജം നിങ്ങളുടെ ശരീരത്തിന്റെ പുറകുഭാഗം മുഴുവനും വ്യാപിക്കുന്നതായി അനുഭവിക്കുക. നിങ്ങളുടെ ശരീരത്തിന്റെ പുറകുഭാഗം ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥ അനുഭവിക്കുന്നു. Your entire back area is getting deeply relaxed. Try to feel each and every part of your being getting deeply relaxed. നിങ്ങളുടെ കഴുത്തിലെ പേശികൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നു. Your neck muscles are deeply relaxed. ഈ ഊർജം കഴുത്തിലൂടെ ശിരസിന്റെ അഗ്രം വരെ വ്യാപിക്കുന്നതായി അറിയുക. നിങ്ങളുടെ താടിയെല്ല്
Your lower jaw is getting relaxed. Your facial muscles are relaxed. മുഖത്തെ എല്ലാ പേശികളും ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലാകുന്നു. കണ്ണുകൾ, ചുണ്ട്, മൂക്ക്, കവിളുകൾ, നെറ്റിത്തടം, ചെവികൾ ഇപ്പോൾ പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ശിരസിന്റെ അഗ്രം വരെ ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ്ഡ് ആകുന്നതായി അനുഭവിക്കുക. ശരീരത്തിൽ എന്തെങ്കിലും പിരിമുറുക്കങ്ങളോ ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടെങ്കിൽ ഈ നേരിയ ഊർജം ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും വ്യാപിച്ച് എല്ലാ ടെൻഷനുകളും മാറി റിലാക്സ്ഡ് ആകുന്നതായി അനുഭവിക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ ശരീരവും മനസ്സും പൂർണ്ണമായും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ഇനി നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. വളരെ ലളിതമായി, മൃദുലമായി ശ്രദ്ധയെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക. ഹൃദയത്തിൽ ഒരു ദിവ്യപ്രകാശമുണ്ടെന്നും ആ പ്രകാശം നിങ്ങളുടെ ശ്രദ്ധയെ ഉള്ളിലേക്ക് ആകർഷിക്കുന്നതുമായി അറിയുക. Feel the presence of divine light already present deep within your heart. Feel immersed in the love deep within you. ഹൃദയത്തിലെ സ്നേഹത്തിലും ശാന്തിയിലും ഒഴുകി വളരെ ലളിതമായി നമുക്കൊരല്പനേരം ധ്യാനിക്കാം. Let's meditate for a while.
വളരെ മൃദുലമായി കണ്ണുകൾ തുറക്കുക. ഒരു മിനിറ്റ് എടുത്ത് ഇപ്പോൾ എന്ത് ഫീലിംഗ് ആണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നൊന്ന് മനസ്സിലാക്കാം. നമ്മുടെ ഉള്ളിൽ വന്ന ആ ഒരു ചേഞ്ചിനെ വളരെ മൃദുലമായി ഒബ്സർവ് ചെയ്യുക. ആ ഒരു പോസിറ്റീവ്നെസ് നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ ഒരു കണക്ഷൻ, ഹൃദയമായിട്ടുള്ള ഒരു കണക്ഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്താണോ ഈ മെഡിറ്റേഷനിലൂടെയും റിലാക്സേഷനിലൂടെയും ഫീൽ ചെയ്തത്, അതിനെ നമുക്കൊരു ഡയറിയിൽ കുറിച്ച് വയ്ക്കാം. Let us very gently open our eyes. Sudha ma'am, Lakshmi ma'am. Sudha ma'am mute ആണ്. ഹലോ, സുധാ മാം അൺമ്യൂട്ട് ചെയ്യാമോ? രണ്ടുപേർക്കും റിലാക്സ് ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും പറ്റിയെന്ന് വിശ്വസിക്കുന്നു. വളരെ സുഖമായിരുന്നു. ഒരാള് പറയുമ്പോ കുറച്ചുകൂടി ഹെൽപ്ഫുള്ളാ. അതെ, അപ്പൊ നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് ദിവസം ഇരിക്കാൻ പറ്റിയ നല്ലതാ തോന്നുന്നു. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ സൺഡേ. ഓക്കെ. ശരിയാണ് മാം പറഞ്ഞ മാതിരി നമുക്ക് ഹാർട്ട്ഫുൾനെസ് റിലാക്സേഷൻ ഓഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നമുക്ക് അത് യൂട്യൂബിൽ കേൾക്കാം. ഈ സെഷൻ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാം. അല്ലാതെ ഹാർട്ട്ഫുൾനെസ്സിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ നമുക്ക് ഓഡിയോ കേൾക്കാവുന്നതാണ്. എല്ലാ ലാംഗ്വേജിലും ഉണ്ട്, മലയാളം, ഇംഗ്ലീഷ്, ഏതാണോ കംഫർട്ടബിൾ നമുക്ക് ആ ഒരു ഓഡിയോ കേട്ടിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് എഫേർട്ട്ലെസ് ആയിട്ട് നമുക്ക് ഹാർട്ടിലേക്ക് ഫോക്കസ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ്. അത് സമയം എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും മെഡിറ്റേറ്റ് ചെയ്യാം അല്ലെ, അതിന് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് രാവിലെയാണ്, ബിഫോർ സൺറൈസ്. അല്ലാതെ നമുക്ക് എപ്പോൾ റിലാക്സ് ചെയ്യണം എന്ന് തോന്നുകയാണ്, നമുക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആണ്, ഒന്ന് റിലാക്സ് ചെയ്യണം, മൈൻഡ് ആൻഡ് ബോഡി റിലാക്സ് ചെയ്യണം എന്ന് തോന്നി എപ്പോഴാണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു മെഡിറ്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹാർട്ട്സ് ആപ്പ് അവൈലബിൾ ആണ്. ഹാർട്ട്സ് ആപ്പ് പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. ഹാർട്ട്സ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. അതിലൂടെ എപ്പോഴും ട്രെയിനേഴ്സ്, ഹാർട്ട്ഫുൾനെസ് ട്രെയിനേഴ്സ് 24/7 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സെഷൻ എടുക്കാം വിത്ത് ഹെൽപ്പ് ഓഫ് പ്രാണാഹുതി. നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് പ്രാണാഹുതിയാണ്. ഫുഡ് ഫോർ ദ സോൾ എന്ന് പറയും, പ്രാണസ്യ പ്രാണ. അപ്പോൾ ആ ഒരു ട്രാൻസ്മിഷൻ നിങ്ങൾക്ക് ഇന്നത്തെ മെഡിറ്റേഷനിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രാൻസ്മിഷൻ എപ്പോൾ വേണമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം. ജസ്റ്റ് ലോഗ് ഇൻ ടു യുവർ ഹാർട്ട് യൂസിങ് ഹാർട്ട്സ് ആപ്പ്. ഓക്കെ, അപ്പോൾ എല്ലാ സർവീസസും അവൈലബിൾ ആണ്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് ലെറ്റ് us ബാലൻസ് അവർ മൈൻഡ്, റിലാക്സ് അവർ മൈൻഡ് ടു ടാപ്പ് അവർ ഇന്നർ പൊട്ടൻഷ്യൽ. സോ സുധാ മാം, ഡോക്ടർ ലക്ഷ്മി മാം എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നല്ലൊരു പീസ്ഫുൾ ഫീലിംഗ്. ഞാൻ വാക്സിനേഷൻ എടുത്തിട്ട് വന്നതാ. എന്നിട്ട് എനിക്ക് ചെറിയൊരു ഫിയർ, നമുക്ക് എന്തായാലും എത്ര നമുക്ക് അമർത്തി പിടിക്കാൻ പറ്റും, ചെറിയൊരു ഇതുണ്ടായിരുന്നു, വിൽ ഐ ലെറ്റ് യു പീപ്പിൾ ഡൗൺ എന്നൊക്കെ. പക്ഷെ അതിന് മുമ്പേ ഞാനൊന്നും കണ്ണടച്ച കുറച്ചു നേരം ഇരുന്നു, മെഡിറ്റേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഒത്തിരി ഇതായിരുന്നു. പിന്നെ ഇതും കൂടിയും ചെയ്തപ്പോ എനിക്ക് ഓക്കെ. Then I met you two beautiful people. ഇത് വഴി, because it was when I was feeling I must have some change. Some change എന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ പെട്ടെന്ന് ഔട്ട് ഓഫ് ദ ബ്ലൂ this came. ഇങ്ങനെ ഒരു സംഭവം. അപ്പൊ I have regained my confidence by participating.
participating in this webinar or in this Thank you, discussion. ma'am. Thank you for your contributions. Oh, thank you. And I think we need to thank Ajaya, who's the young people are such a, I mean, they are such a, what shall I say? They are Thank you so much. the younger, the better, the younger, you know, in the sense that അവരുടെ enthusiasm ഒക്കെ നമ്മളിൽ എങ്ങനെയോ വരും പിന്നെ അല്ലേ? You are still very young, Lakshmi. You're still very, very young. I remember a cousin of mine who was a pediatrician who's there. She was telling me that she started believing in God in the gastroenteritis ward. A child who is perfectly, I mean, doing well, and the doctor even tells the child that, tells the mother that I'm sure he'll be okay. We'll be able to take him in a couple of days' time back home. In the Varana Kuti, where a Kuti who is a hopeless case, she goes home after her duty, comes back the next day, finds that the child who had been sort of diagnosed as a hopeless case had revived, totally been revived by some unknown power. And this child who seemed so to be getting better, for no reason at all, his life started ebbing away. So she said, I was never believed in God, but after this, I believe there is some supreme power, something which makes the world go round, or whatever you can say. She was very young at that time. I was much older than her. My mother's cousin's daughter, actually. So she told me this, and I thought, see, there were times when you discover these, what shall I say, these wonderful truths in life, of life, truths. ഈ കുട്ടികള് കൂടുതലും ബാഡ് ആവുകയും ബെറ്റർ ആവുകയും ചെയ്യുന്ന അവരുടെ മദറിന്റെ ഫീലിംഗ് അനുസരിച്ചിരിക്കും. അതല്ലേ, അപ്പൊ ഇത് ആറ്റിറ്റ്യൂഡ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് അപ്പൊ ഏറ്റവും മദറിന്റെ വിശ്വാസമാണ് ആക്ച്വലി നമ്മൾ പീഡിയാട്രീഷ്യൻസ് നേടിയെടുക്കേണ്ടത്. മദറിന് കുട്ടി നന്നാവുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ കുട്ടി എങ്ങനെയെങ്കിലും നന്നാവും. അത് അവർ തമ്മിലൊരു ഭയങ്കര ഒരു എന്താ പറയുക കണക്ഷൻ ആണ്. മദർ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടി അതുപോലെ ബാഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ കുട്ടി ബാഡാണെന്ന ഉള്ള കാര്യം മദറിനോട് പറയില്ല. കാരണം അവരുടെ വിശ്വാസമാണ് കുട്ടിയുടെ ലൈഫ് നിലനിർത്തുന്നത്. കാരണം പിന്നെ നമ്മൾ ഈ കുട്ടിയുടെ കൂടെ ഇരുത്തുന്നത് അതിന്റെ മദറിനെയാണ്. അപ്പൊ മദറിന് എപ്പോഴും ഒരു കോൺഫിഡൻസ് നമ്മൾ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും. കാരണം അതിലൂടെയാണ് കുട്ടി നമ്മളിൽ നിന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നെങ്കിലും നമ്മളുമായിട്ടല്ല കണക്റ്റഡ്, നമ്മളെക്കാൾ ഉപരി കുഞ്ഞിന്റെ മദറുമായിട്ടാണ് കണക്റ്റഡ്. അപ്പം ആസ് എ പീഡിയാട്രീഷ്യൻ നമുക്ക് കുഞ്ഞിനെ മാത്രമല്ല കുഞ്ഞിന്റെ മദറിന്റെ ആറ്റിറ്റ്യൂഡും മാറ്റിയെടുക്കേണ്ടി വരും. അപ്പൊ ഈ മാഡം പറഞ്ഞ പോലെ ഈ മിറാക്കിൾ എന്ന് പറയുന്നത് ഇതാണ്, മദറിന്റെ ആ ഒരു പ്രെയറും ആ ഒരു വിശ്വാസവുമാണ് പലപ്പോഴും കുട്ടികളിൽ ഇങ്ങനെ മാജിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കുട്ടി അവിടെ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു, അപ്പുണ്ടായ സംഭവം പറഞ്ഞേ. എന്താ പറയാ, ഇതുണ്ടല്ലോ നിങ്ങളുടെ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ഫൈനൽ ഇയറിലോ, റെസിഡൻസി. She was in the ward. She told me this when she was very young. I had these young അമ്മയുടെ cousins daughters ഓരോരോ pursuits ചെയ്യുന്നത്. അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞു, I started believing because she lost her father when she was 2.5 years old, hardly knew him. അങ്ങനെയൊക്കെ ഒരുപാട് സങ്കടം അനുഭവിച്ച കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി പറയാ, എനിക്ക് അങ്ങ് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഇപ്പൊ എനിക്കറിയാം. ബിക്കോസ് അങ്ങനെ she just observed what was happening in the ward and she told me this. ശരിയല്ലേ? അപ്പൊ ഈ attitude is what counts. I think in my case, my attitude when I faced all these വളരെതായിട്ടുള്ള situations and with my children's illnesses, that's what counted. And also the various other tensions and turning points in their lives. Okay, all mothers will have to face choosing a career and how well they are doing and all that kind of a thing in their studies and approval of their peers. As a teacher, I have noticed that actually. Experience is the best teacher. രണ്ടുപേരും പറഞ്ഞ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത് ശരിക്കും. So we too had an experience right now. I hope we can actually carry forward this peacefulness that we acquired. ഈ ഒരു motivation, പീസ്ഫുൾനെസ്, ഇതെല്ലാം ഇപ്പോൾ നമ്മുടെ സ്പീക്കേഴ്സ് സുധാ മാമും ഡോക്ടർ ലക്ഷ്മി മാമും വളരെയധികം അവരുടെ ലൈഫ് എക്സ്പീരിയൻസിലൂടെ അവർ കടന്നു വന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തു. നമ്മൾ മെഡിറ്റേഷൻ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവരാനൊക്കെ തീർച്ചയായിട്ടും എല്ലാവരും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു നോട്ടോടുകൂടി അഗെയിൻ വെരി ഹാപ്പി വുമൻസ് ഡേ, ഇന്റർനാഷണൽ വുമൻസ് ഡേ ടു ഓൾ ഡിയർ വുമൻ ഔട്ട് ദെയർ. നമുക്കപ്പോ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാമോ? Okay, thank you. Okay, thank you.
So thank you so much, Sudha ma'am, and again thank you so much, Dr. Lakshmi ma'am, for joining us with this program. Thank you. Very good evening. Bye. Bye bye. So in the screen, you can see the details of HeartSat. So you can meditate with certified trainers. നമുക്ക് അതിലൂടെ വന്ന് ചേഞ്ചസ് ഒബ്സർവ് ചെയ്യാം, റിലാക്സേഷൻ ചെയ്യാം. എല്ലാ ഫെസിലിറ്റീസും HeartSatൽ അവൈലബിൾ ആണ്. You can check about HeartSat in Play Store, Google Play Store. So thank you all. Hope you will have a very good evening. Thank you.